നമ്മുടെ നാട്ടുകാർ വളരെ അങ്ങനത്തെ ബയാസ്ഡ് ആൾക്കാരൊന്നുമല്ല. പല പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവും. പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നവരുണ്ടാവും, ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് പറയുന്നവരുണ്ട്. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നവർക്കും ഈ പെണ്ണ് പൊന്നൊന്നും കൊണ്ടുവന്നില്ലേ, അത് കൊണ്ടുവന്നതൊക്കെ മുക്കുവണ്ണമാണോ, അതുകൊണ്ടാണോ ഇട്ടുകൊണ്ട് പുറത്തു വരാത്തത്. അത് അങ്ങനെ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ. വേറെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് മറ്റൊരു ചർച്ച പോകുന്നുണ്ടാവും. പെണ്ണ് ഞാൻ കല്യാണത്തിന് കണ്ട ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ചെറുക്കിന് വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഉണ്ടോ, വന്ന ഉടനെ തന്നെ എല്ലായിടത്തും വിൽക്കേണ്ട വന്ന് കാണുമായിരിക്കും. അപ്പം ലൈക്ക് അതിൽ നിന്ന് അവർക്ക് ഒരു സ്റ്റോറീസ് വേണമെങ്കിലും എടുത്ത് പോവാം. അപ്പം ഈ വീട്ടിലിരിക്കുന്നവർക്കറിയാം ഇതുപോലുള്ള they are calculating all the scenarios. Okay, scenario 1 will happen, scenario 2 will happen, so you put all ഇതെല്ലാം വിട്ടുകൊണ്ട് പോക്കോ. അപ്പം they are trying to negate this. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്നയാളുടെ കംഫർട്ട് ലെവലോ അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡിൽ നിന്നോ അല്ല അവർ ചിന്തിക്കുന്നത് എന്ത് ആണ് സൊസൈറ്റി അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും എന്നുള്ള ആ ഒരു ബേസിസിനെ ആണ് വെച്ചിട്ട് then you have to act according to the situation. ഹലോ ആൻഡ് വെൽക്കം ടു ബൈലിംഗൽ വിത്ത് ഡിസ്നി. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ രതീഷ് ആണുള്ളത്. അപ്പൊ ഞങ്ങള് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി നമ്മളെ അവർക്ക് ഫാമിലിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ തന്നെയും നാട്ടുകാർ എന്ത് പറയും എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓ ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നാട്ടുകാർ എന്ത് പറയും. അപ്പം അത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ നേരിട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനും രതീഷും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്റെ മനസ്സിൽ പേഴ്സണലായിട്ട് എന്നെ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും അധികം ഓർമ്മയുള്ളത്. എന്നെ പേഴ്സണലായിട്ട് ഈ നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത് എന്നെ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് RN ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലാണ് ഞാൻ BSc നഴ്സിംഗ് പഠിച്ചത്. അപ്പം ഇവിടെ വന്നപ്പോൾ RN ലൈസൻസ് നമുക്ക് എടുക്കണമെങ്കിൽ NCLEX എന്നുള്ളൊരു എക്സാം പാസ്സാവണം. അപ്പൊ അത് നമ്മുടെ പഠിച്ച വിഷയങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷെ അത് ഒരു ആ ചോദ്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 4 ഓപ്ഷൻസ് തന്നു വിചാരിച്ച ക്വസ്റ്റ്യൻ, അപ്പൊ ആ 4 ഓപ്ഷൻസ് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരമാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അത് പാസ്സായാൽ മാത്രമേ നമുക്ക് RN ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ എക്സാം എഴുതാൻ പോയപ്പോ അതിന്റെ മാക്സിമം ടൈം ഒരാൾക്ക് ആ എക്സാം എഴുതാൻ പറ്റുന്നത് 6 hours ആണ്. ഓക്കെ, ദർ ഈസ് 2 ways നമുക്ക് ആ എക്സാം പാസ്സാവാം. ഈ 6 hours എഴുതിയും പാസ്സാവാം, അല്ലെങ്കിൽ നമുക്ക് ഈ 45 മിനിറ്റിനുള്ളിൽ എക്സാം പാസ്സാവാം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ വളരെ നന്നായോ വളരെ മോശമായോ എക്സാമിന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാം ചെയ്താൽ ആ 45 മിനിറ്റിനുള്ളിൽ തന്നെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പൊ നമുക്കറിയാം either ഞാൻ നന്നായി ചെയ്തു അല്ലെങ്കിൽ ഞാൻ പൊട്ടേ ചെയ്തു. ഞാൻ ഈ ഫസ്റ്റ് ടൈം എക്സാം വരുന്നത് 6 hours കൊണ്ടാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഫസ്റ്റ് ടൈമാണ് വന്നിട്ട് അധികം നാളായില്ലായിരുന്നു ഞാൻ അമേരിക്ക വന്നിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്റെ മനസ്സിൽ ഏറ്റവും അധികം എന്നെ ടെൻഷൻ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യുന്നു. ഞാൻ ആലോചിക്കും, ഞാൻ ഇതിന് തോറ്റു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ പറയും, അപ്പൊ ഞാൻ അവരോട് എന്ത് റെസ്പോണ്ട് ചെയ്യും. അപ്പം ഇവരിങ്ങനെ ചോദിക്കും, കാരണം ഞാൻ അത്യാവശ്യം നാട്ടിലായിരുന്നു, പഠിക്കുന്നൊക്കെ ഒരു കുട്ടിയായിരുന്നു. അപ്പൊ എന്ത് പറ്റി ഇപ്പം ഇങ്ങനെ തോറ്റു പോകാനായിട്ട്? കാരണം വെച്ചാൽ നമുക്കൊരു നല്ല ഇമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ പ്രഷറാണ്. നമ്മളിപ്പോ ഒരു നല്ലതായി പഠിക്കുന്ന കുട്ടി എന്ന് ഉള്ളൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ തോക്കുന്നു. കാരണം ഞാനപ്പോ ആലോചിക്കുന്ന ഇതാണ്, ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകാൻ നേരത്തെ എല്ലാവരും എനിക്ക് തന്ന ബെസ്റ്റ് വിഷസ് ഇങ്ങനെയായിരുന്നു, നീ നല്ല ഈസി ആയിട്ട് ഇത് പാസ്സാകും. അല്ലാതെ ആരും അപ്പൊ അതാണ് എന്റെ മനസ്സിലാവുക. ഒന്നെങ്കിൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ ഇത് ഞാൻ തോറ്റു പോയാൽ നാട്ടുകാരെന്ത് പറയും, ഇന്ന ആളെന്ത് പറയും. അത് ഞാൻ നുണ പറയല്ല, സത്യമായിട്ടും എനിക്ക് എന്റെ ആങ്സൈറ്റി ലെവൽ വാസ് വെരി ഹൈ. എനിക്കതിനപ്പം ആങ്സൈറ്റി എന്നൊന്നും പേര് പറയാൻ പോലും അറിയത്തില്ലായിരുന്നു. എനിക്ക് ടെൻഷൻ, അതാണല്ലോ നമ്മള് പൊതുവായി യൂസ് ചെയ്യുന്നൊരു വാക്ക്. എനിക്ക് ടെൻഷൻ ഓരോ എക്സാം വരും. അപ്പൊ ഈ കമ്പ്യൂട്ടർ എനിക്ക് 6 hours എക്സാം തരാൻ കാരണം അവരിങ്ങനെ ഓരോ സമയത്തും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു ഉത്തരം ഞാൻ ശരിയാക്കും, ഒരു ഉത്തരം ഞാൻ തെറ്റാം. അപ്പൊ ഒരു ഉത്തരം ശരിയാക്കും, ഒരു ഉത്തരം ഞാൻ തെറ്റാക്കും. അപ്പൊ ഏറ്റവും അവസാനം നമുക്കൊരു റിസൾട്ട് കാണുമ്പോൾ കാണാം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഫുൾ 6 hours ഞാൻ എണീറ്റ് പോലും പോയില്ല.
വെള്ളം കുടിക്കാനായിട്ടോ ബാത്റൂമിലൊന്നും. കാരണം അത് ചോദിക്കാൻ പേടിയായിട്ടാണ്, അത് വേറെ കാര്യം. ഇത് എങ്ങനെയാണ് ചോദിക്കുന്നത് ആൾക്കാരോട്, എണീറ്റ് പൊക്കോട്ടെ, കമ്പ്യൂട്ടർ എങ്ങനെയാണ് നിർത്തി വെക്കുന്നത്, അങ്ങനെ എണീറ്റ് പോകാമോ, അതെനിക്ക് ഇപ്പോഴും അറിയത്തില്ല പോകാൻ പറ്റുമായിരുന്നു. എനിവേ 6 hours ഞാൻ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഈ എക്സാം എഴുതി. എന്നിട്ട് ഞാൻ തോറ്റുപോയി. ഇത്രയും ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ തോറ്റാൽ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ആകെ ചിന്തിച്ചത് ഇതുകൊണ്ട് നാട്ടുകാർ എന്ത് പറയുന്നത് മാത്രമേ. അതിന് പൈസയുണ്ട്, പൈസ ചെലവുണ്ട്. ആ പൈസ ചെലവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ഇതിന് തോറ്റുപോയി ഞാൻ ഇനി എക്സാം എഴുതണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ആകെ പാടെ ടെൻഷൻ. ഈ തോറ്റു പോകുമ്പോൾ എല്ലാവർക്കും എന്ത് ഞാൻ ആൻസർ പറയും, ഈ ടെൻഷൻ അടിച്ച് ഞാൻ തോറ്റു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ ഉടനെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞു, ലൈക്ക് ദിസ് ഇസ് പ്യൂർലി ബിക്കോസ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എക്സാം എഴുതി. ഇപ്പൊ ഞാൻ അങ്ങനെ ഇത്രയും ടെൻഷൻ അടിച്ച് ഇതുവരെ ഒരു എക്സാം എഴുതിയിട്ട് പോലില്ല. കാരണം ഇത് എല്ലാവരെയും അറിയിച്ചിട്ടുള്ള ഒരു പരിപാടിയായിപ്പോയി. ഇത് അറിയത്തില്ലാത്ത, ഞാൻ പറയത്തില്ലേ, നാട്ടിലെ പൂച്ചോടും പട്ടിയോടും വരെ ചോദിച്ചാൽ അറിയാൻ ഞാൻ എക്സാം എഴുതുവാണ്. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകള്, ബെസ്റ്റ് വിഷസ്, അനുഗ്രഹങ്ങൾ എല്ലാം ഉണ്ട് അന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പൊ നിതിൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്, നെക്സ്റ്റ് എക്സാം നീ നിന്റെ എന്റെ ചേട്ടൻ ടെക്സസിലാണ്, ചേട്ടന്റെ അടുത്ത് പോയി എഴുതുന്നു. നിന്റെ ചേട്ടനും ഞാനും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാരണം അവള് വേണം എന്നെ എക്സാമിന് കൊണ്ടുപോകാൻ. ഇവരല്ലാതെ ഒരാള് പോലും ഒരാള് പോലും ഇത് അറിയണ്ട. നമുക്ക് ആരോടും പ്രാർത്ഥനാ സഹായം ചോദിക്കണ്ട, ബെസ്റ്റ് വിഷസും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട. ഞാൻ പോയി ചേട്ടന്റെ അടുത്ത് പോയി നിൽക്കുവാണെന്നുള്ള, ചുമ്മാ ചേട്ടന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു പോയി. ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതാണ് എന്റെ വരവിന്റെ ഒരു ഉദ്ദേശം, ഞാൻ ഈ എക്സാം എഴുതാൻ പോവാണ്, ഒരു മനുഷ്യരോട് പറയരുത്. ഞാനും ചേട്ടൻ, അപ്പൊ ഇത് ആരോടും പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആരും പഠിക്കാനുള്ള അവസരം ഒന്നും ഒരുക്കി തരുന്നില്ല. അപ്പൊ ഞാനും ചേട്ടയും കൂടി ഇരുന്ന് ഫുൾ ടൈം സീറ്റ് കളി, ഷോപ്പിങ്ങിന് പോക്ക്. ചേട്ടയ്ക്ക് പിന്നെ പ്രോത്സാഹനമൊന്നുമില്ല. പിന്നെ ഏതൊക്കെ സിനിമകൾ കാണാവോ, ഞാൻ ആ സമയത്താണ് ജയറാമിന്റെ എത്ര പൊട്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ അതെല്ലാം കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇരുന്ന് കാണുന്നു. തലേ ദിവസം വരെ ഞാൻ ഓർക്കുന്നുണ്ട്, ചേട്ടന്റെ അടുത്തുള്ള വീട്ടില് ബേബി സിറ്റിംഗ് എന്ന് പറയാവോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ അവർക്കൊരു ആവശ്യം വന്നു, ലൈക്ക് രാത്രി ഭാര്യ വീട്ടിൽ വരുമ്പോൾ ഭർത്താവ് പോകും. അപ്പൊ ഇൻ ബിറ്റ്വീൻ സമയത്ത് കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാരും വീട്ടിലില്ല. അപ്പൊ അതൊക്കെ ഞാൻ പോയി കിടന്നു. പഠിക്കുക എന്നുള്ള സംഭവം അല്ലാതെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. പോയി പരീക്ഷ എഴുതി. ഈ 45 മിനിറ്റിനുള്ളിൽ ഈ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പൊ അതിനർത്ഥം എനിക്കറിയാം, ഒന്നെങ്കിൽ നന്നായി എഴുതി അല്ലെങ്കിൽ ഞാൻ പൊട്ടേ എഴുതി. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു, രണ്ടാമത്തേതായിരിക്കും കാര്യം. ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ചേട്ടൻ കാണുന്നല്ലോ, ചേട്ടൻ കാണുന്നില്ലേ ഞാൻ പഠിക്കുന്നത്, ഒന്നും ചേട്ടൻ കണ്ടിട്ടില്ല. ഞാൻ നല്ല സുഖമായി ജയിച്ചു. അപ്പൊ ആ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കില്ലാതിരുന്നൊരു കാര്യമായിരുന്നു, ആ നാട്ടുകാർ എന്ത് പറയും എന്നുള്ള ആ പ്രഷർ അതില്ലാതായപ്പോ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായി. അപ്പൊ നമ്മളിപ്പം കേരളത്തിലൊക്കെ നോക്കിയാലും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് എന്തുമാത്രം സൂയിസൈഡാണ്, എന്തുമാത്രം ഈ പറയുന്ന നമ്മൾ ഈ കണ്ട തുടരുന്നുള്ള മൂവിയുടെ പ്രമേയമായ ദുരഭിമാനിക്കൊല. ദുരഭിമാനിക്കൊലയുടെ ഒരു 50% ഓഫ് പാർട്ടും ബിക്കോസ് ഓഫ് നാട്ടുകാർ എന്ത് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ വേറൊരു മതമോ ജാതിയോ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിന്, പക്ഷെ നാട്ടുകാരെന്ത് പറയും. അപ്പം അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഈവൻ മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. സൂയിസൈഡ് ആവട്ടെ, ഇങ്ങനത്തെ വേറെ ആൾക്കാരെ കൊലപാതകമായിക്കൊള്ളട്ടെ, നാട്ടുകാരെന്ത് പറയും എന്നുള്ള ആ പ്രഷർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാണ്. അപ്പം അതിനെ കുറിച്ചാണ് ഞാൻ എന്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറഞ്ഞ് നമ്മള് ഡിസ്കസ് പറഞ്ഞതിനകത്ത് തന്നെ നാട്ടുകാർ എന്ത് പറയുന്നുള്ള ആ ഒരു ഫിയർ ആദ്യത്തേലുണ്ടായിരുന്നു. രണ്ടാമത് എക്സാം എഴുതാൻ പോയി, അന്നേരം ലൈക്ക് യുവർ ഫ്രീഡം. അപ്പം അതുകൊണ്ട് ലൈക്ക് യുവർ ഫോക്കസ് വാസ് ഓൺലി ഓൺ ദാറ്റ് എക്സാം. അപ്പം മനസ്സ് ക്ലിയർ ആയപ്പോ തന്നെ ലൈക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇതിന് മറൊരു വശവും കൂടെ ഉണ്ട്. ആദ്യം തന്നെ അങ്ങനെ ചെയ്തു എന്ന് വെച്ചു, അപ്പോഴും ഈ ഒരു ഫാക്ടർ വിൽ കം ഇൻ ടു പിക്ചർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇവള് അല്ലെങ്കിൽ നമ്മളോടൊന്നും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ നാട്ടു നടപ്പ് അല്ലെങ്കിൽ ഈ നാട്ടു നടപ്പ് എന്ന് പറയുന്ന ഈ നാട്ടുകാർ എന്ത് പറയുമെന്നുള്ളതിന്റെ ബേസിസ് തന്നെ ഈ നാട്ടു നടപ്പ്. അതായത് നമ്മള് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇപ്പൊ ഇത് ആചാരപ്രകാരമാവാം ഓർ ലൈക്ക് ഇത് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ലൈക്ക് എന്താണ് പറയുന്നത് ട്രഡീഷണലി കറക്റ്റ് ആ വന്നിരിക്കുന്ന ഭാഗമായിട്ടുള്ള ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോഴത്തേക്കാണ്
നാട്ടുകാരെന്ത് പറയുന്നത്, അവർക്ക് പറയാനായിട്ടൊരു ടോപ്പിക് വേണമല്ലോ. അപ്പം അതെന്താണേലും ലൈക്ക് ആദ്യത്തെ പ്രാവശ്യം ആരോട് പറയാതെ പോയി ചെയ്തിരുന്നെങ്കിലും നാട്ടുകാരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു. ആക്ച്വലി ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. സോ വെദർ നമുക്ക് ദർ ഈസ് നോ വേ, ലൈക്ക് നമ്മൾ പറയത്തില്ല എന്താ പറയുന്നത്, ഇടതുകാലം വെച്ച് പോലീസ് സ്റ്റേഷൻ കയറിയാലും അടി, വലതുകാലം വെച്ച് കയറിയാലും അടി. അത് തന്നെ. കാരണം നമ്മളത് പറഞ്ഞാലും പ്രശ്നമാണ്, പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ ആൻസൈറ്റി നമ്മൾ ചിന്തിക്കണം, പറഞ്ഞില്ലെങ്കിൽ ഇതിന് ശേഷം പറഞ്ഞില്ലല്ലോ എന്നുള്ള പ്രശ്നവും വരും. ഇതുപോലെ തന്നെ പല എക്സാമ്പിൾസും നമുക്ക് കാണാം ഡേ ടു ഡേ ലൈഫിൽ. ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് എവറി ഡേ. ഒരു എക്സാമ്പിൾ എനിക്കിപ്പം എനിക്ക് മനസ്സിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം നാട്ടില് കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ പെൺകുട്ടിക്ക് കിട്ടിയ ലൈക്ക് ആഭരണങ്ങൾ, അതിനുശേഷം അവര് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫംഗ്ഷൻ ആവാം, അല്ല ഫംഗ്ഷൻ അല്ലാതെ ഒരു റെഗുലർ വിസിറ്റ് ആവാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം ഇട്ടുകൊണ്ട് വേണം പോവാനെന്നുള്ളത് ഒരു എന്തുവാണ്, ഒരു അവിടെ നിലനിന്ന് പോകുന്ന ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ഒരു നാട്ടു നടപ്പാണ്. അപ്പം ഇത് വീട്ടുകാരും ഇവന്തോ ആ പെണ്ണോ അല്ലെങ്കിൽ ആ ചെറുക്കനോ ഇതിനൊന്നും താല്പര്യം ഇല്ലെങ്കിൽ തന്നെ വീട്ടുകാർ വിൽ ട്രൈ ടു ഇമ്പോസ്, ബിക്കോസ് അവർക്ക് ആ ഒരു ഇതുണ്ട്, ലൈക്ക് ഇല്ലെങ്കിൽ നാട്ടുകാരെന്തു പറയും. അപ്പം നമ്മുടെ ഒരു സൊസൈറ്റിയിലെ ആൾക്കാരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വെയിറ്റിംഗ് ടു ഡിസ്കസ് സംതിങ്, എസ്പെഷ്യലി ഓൺ ദ ബാഡ് സൈഡ്. ലൈക്ക് അതിനായിരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കുമ്പോഴത്തേക്ക് മസാലകൾ ഇടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണ് നിന്റെ കുറവുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് യുവർ നെഗറ്റീവ്സ്. പോസിറ്റീവ്സിനെ കുറിച്ച് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കും, എന്നാലല്ലേ ആ ചർച്ച കൊഴുക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മള് അവരുടെ വീട്ടുകാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെയും ഒരുപാട് കുറ്റം പറയാനായിട്ട് പറ്റിയല്ല, ബിക്കോസ് ദേ വർ ഓൾസോ ഇൻവോൾവ് ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് ഡിസ്കഷൻ. അവര് മറ്റൊരിടത്ത് വന്നപ്പോൾ അവരും അതുപോലത്തെ ഒരു ഡിസ്കഷന്റെ ഭാഗമാവാം. അപ്പൊ അവർക്കറിയാം ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കുറിച്ചും ഇതുപോലെ പറയും. അപ്പം ഇവര് പോകുമ്പോഴത്തേക്ക് പറയും ആ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് വേണം പോവാൻ. ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ആ ആൾക്കാർക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിനകത്തും നാട്ടുകാർ വളരെ അങ്ങനത്തെ ബയാസ്ഡ് ആൾക്കാരൊന്നുമല്ല. പല പല ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാവും. പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുണ്ടാവും, അല്ല പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നവരുണ്ടാവും, ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് പറയുന്നവരുണ്ട്. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നവർക്കും ഈ പൊന്നൊന്നും കൊണ്ടുവന്നില്ലേ, അത് കൊണ്ടുവന്നതൊക്കെ മുക്കുവണ്ണമാണോ, അതുകൊണ്ടാണോ ഇട്ടുകൊണ്ട് പുറത്തു വരാത്തത്. അത് അങ്ങനെ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ. വേറെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് മറ്റൊരു ചർച്ച പോകുന്നുണ്ടാവും. ഞാൻ കല്യാണത്തിന് കണ്ട ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ചെറുക്കിന് വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഉണ്ടോ, വന്ന ഉടനെ തന്നെ എല്ലായിടത്തും വിൽക്കേണ്ട വന്ന് കാണുമായിരിക്കും. അപ്പൊ ലൈക്ക് അത് നിന്ന് അവർക്ക് ഒരു സ്റ്റോറീസ് വേണമെങ്കിലും എടുത്ത് പോവാം. അപ്പം ഈ വീട്ടിലിരിക്കുന്നവർക്കറിയാം ഇതുപോലുള്ള they are calculating all the scenarios. Okay, scenario 1 will happen, scenario 2 will happen, so you put all ഇതെല്ലാം വിട്ടുകൊണ്ട് പോക്കോ. അപ്പം they are trying to negate this. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ആളുടെ കംഫർട്ട് ലെവലോ അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡിൽ നിന്നോ അല്ല അവർ ചിന്തിക്കുന്നത് എന്ത് ആണ് സൊസൈറ്റി അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും എന്നുള്ള ആ ഒരു ബേസിസിനെ ആണ് വെച്ചിട്ട് then you have to act according to the situation. അപ്പൊ അതിനുള്ളിൽ ഈ ഒരു ക്യാരക്ടറിനെ അവിടെ പ്ലേസ് ചെയ്യാണ്. നൗ യു ഡു the things. അതെ, അതാണ് ഇപ്പൊ രതീഷ് പറഞ്ഞ ഈ സോഷ്യൽ കണ്ടീഷനിങ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എന്റെ മുന്നിൽ കണ്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി ഒരു മുട്ടൊപ്പം ഇറക്കമുള്ള ഒരു ഉടുപ്പിട്ടിട്ട് അമ്മയുടെ അടുത്ത് ഒന്ന് ചോദിക്കുവാണ്, അമ്മ ഈ ഉടുപ്പിട്ടുണ്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ പറഞ്ഞു നിങ്ങൾ അത് വരുവന്നേ, ഇത് മുട്ടൊപ്പം ഉള്ളല്ലോ ഇറക്കാം, മുട്ടിന്റെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഇത്. അപ്പൊ മുട്ടിന് താഴെ ഉടുപ്പാണ് ഇടാൻ. അപ്പൊ കൊച്ചു വെച്ചു, അമ്മയല്ലേ പറഞ്ഞ അമ്മയ്ക്ക് ഈ ഉടുപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇന്ന ആന്റി ഇരുന്ന് ഒരു ദിവസം പറഞ്ഞായിരുന്നു കുട്ടികളൊക്കെ ഇപ്പൊ മുട്ടിന് മുകളിലുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകാനായി എന്ന് ഇന്ന ആന്റി പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് കേട്ടു. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലായി, ഓ അപ്പൊ ആ ആന്റി ആണ് ഇപ്പൊ കാണാൻ പോകുന്നത്. അപ്പൊ ആ ആന്റി കമന്റ് പറയും. അപ്പം ഇത് ഈ കുട്ടിക്ക് ഇഷ്ടമാണ്, കുട്ടിയുടെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, കുട്ടിയുടെ പേരൻസിന് ഇഷ്ടമാണ്. പക്ഷെ നാട്ടിലെ ഒരു ആന്റി എന്ത് പറയുമെന്ന് പറഞ്ഞ് ആ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ആ ഒരു എന്തുമാത്രമാണ് അത് ആ പ്രഷർ ആ കുട്ടി കുഞ്ഞിലെ മുതലേ ആ കുട്ടി എന്താണ് കേട്ടു വളരുന്നത്. സ്കൂളിലാണെങ്കിലും എന്താ പറയുക, സ്കൂളില് ഇപ്പൊ അത് ചെയ്യും. കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അവർ ചെയ്യേണ്ടത്. അവർ ലേൺ ചെയ്യുന്നത് സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ലേൺ ചെയ്യുവാണ്. എന്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്.
ഞാൻ നോക്കേണ്ടത് നാട്ടുകാരുടെ എല്ലാം ഇഷ്ടമാണ്. ഈ പറഞ്ഞ ഈ ഒരു ഇത് നാട്ടിൽ എന്ന് മാത്രമല്ല, ഇവിടെയും ഞാൻ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പല സിറ്റുവേഷനിൽ കണ്ടിട്ടുമുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് നാട്ടിലുള്ളവരെ, അപ്പം അവര് നമ്മുടെ ഇതുപോലത്തെ ഒരു US പോലത്തെ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മുടെ ഇതുപോലെ നാട്ടുകാർ വന്നു കഴിയുമ്പോൾ തന്നെയും some people are still not willing to change. അപ്പം അവര് truly out of fear. അതെ റൈറ്റ്. അത് ഇവിടെയുള്ള ആൾക്കാരെ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കില്ല. They are hearing like people who are living like halfway across the globe. അവിടെയുള്ള നാട്ടിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയും? ഇപ്പൊ നാട്ടിൽ തന്നെ ആണെന്നില്ല, ഇവിടെ അല്ലാതെയും ഉള്ളവരെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇതുപോലെ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോലും ആ ചിന്താഗതി മാറ്റാത്ത, അതിന് പ്രായഭേദമന്യേ ഉള്ള ആൾക്കാരുടെ നേച്ചറും ഇതുമെല്ലാം സ്വഭാവവും കണ്ടിട്ടുണ്ട്. അതായത് പ്രായമുള്ള ഒരാളോ, അതായത് ഞാൻ ഇതുപോലെ ഉള്ള ഒരു ചുറ്റുപാടിലാണ് ഞാൻ ഒരു 50-60 വർഷമായി ജീവിച്ച് വന്നത്, അങ്ങനെയാണ് ഞാൻ സീസൺഡ് ആയത് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതെ 20 വയസ്സുള്ള ആൾക്കാരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, 30 വയസ്സുള്ളവർ 40 വയസ്സുള്ളവരും എല്ലാം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അത് ആ ഒരു സൊസൈറ്റിയുടെ ചട്ടക്കൂടിൽ നിന്ന് വന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതോ ഓർ അത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്നെ അങ്ങനെയാണ് സീസൺ ചെയ്തെടുത്തിരുന്നത്. സോ ഐ എം ട്രൈങ് ടു പാസ് ദാറ്റ് ടു നെക്സ്റ്റ് ജനറേഷൻ ടു. അപ്പം കാലത്തിനനുസരിച്ച് മാറുകയോ അല്ലെങ്കിൽ ലൈക്ക് ഇത് ശരിയാണോ, നമ്മള് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുൻതലമുറക്കാർ ചെയ്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും ആ ഒരു കണ്ടീഷൻസിൽ സംതിങ്സ് മേ ബി റൈറ്റ്. പക്ഷെ കാലത്തിനനുസരിച്ച് അത് മാറേണ്ട ആവശ്യമുണ്ടോ, ഓർ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മള് റിവൈസ് ചെയ്യണം. ലൈക്ക് എവരി നാട്ടിലുള്ള എന്ത് പോളിസീസും ഇപ്പൊ നമ്മളിപ്പോ നോക്കിയ ഗവൺമെന്റിന്റെ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറിന്റെ ആണെങ്കിലും എല്ലാ പോളിസീസും നമ്മൾ കാലത്തിനനുസരിച്ച് റിവൈസ് ചെയ്യുന്നുണ്ട്. ഈ പോളിസി ഇനിയിപ്പോ പറ്റത്തില്ല. അപ്പൊ ലൈക്ക് AI വന്നതോടുകൂടി നമ്മുടെ ഈ പണ്ടത്തെ ഈ പോളിസിക്ക് എടുത്ത് മാറ്റണം. അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ അത് മാറ്റം വരേണ്ടിയിരിക്കുന്നു. സോ ചില കാര്യങ്ങളിൽ ഇത് ആൾക്കാർക്ക് അറിയുകയും ചെയ്യായിരിക്കും. പലരും, അതായത് നമ്മളിപ്പോ ഒരു പ്രൊഫഷണൽ ലെവലില് നമ്മൾ അവിടെ പോയിട്ട് ഓഫീസിലിരുന്ന് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ടെക്നോളജി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവിടെ പോയി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പല ടൈമിലും പലയിടത്തായിട്ടും ഈ പ്രസന്റേഷനിലും ഒക്കെ പറയുന്ന കാര്യമാണ് യു ഹാവ് ടു കമ്പയർ ആപ്പിൾസ് ടു ആപ്പിൾസ്. പക്ഷെ അത് അവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. സോ അവിടെ പോയിട്ട് അറ്റ് എ പ്രൊഫഷണൽ ലെവൽ ദേ വിൽ സേ ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ എൻവിറോൺമെന്റും ആ എൻവിറോൺമെന്റും കറക്റ്റ് അല്ല, സോ ദ റിസൾട്ട്സ് വിൽ വേരി. യു ഓൾവേസ് യു ഹാവ് ടു കമ്പയർ ആപ്പിൾസ് ടു ആപ്പിൾസ്. പക്ഷെ അത് സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് they will change the whole thing. Like അവർക്കത് ചെയ്യാമെങ്കിൽ why can't you do this thing also? ഈ എന്താ പറയാ, നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സോഷ്യൽ കണ്ടീഷനിങ് ആണ്. രണ്ടാമത്തെ കാര്യം ലോ സെൽഫ് എസ്റ്റീം ആണ്. ആക്ച്വലി ദാറ്റ് ഈസ് പാർട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷനിങ്. നമ്മളെ ചെറുപ്പത്തിൽ മുതലേ സോഷ്യൽ കണ്ടീഷനിങ് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് നമ്മൾ നല്ലതാണെന്നുള്ളത് വേറൊരാളുടെ വാലിഡേഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ ആ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞത്, ലൈക്ക് അതായത് ആ കുട്ടിക്ക് ചിലപ്പോ ആ ഡ്രസ്സ് ഇഷ്ടമായിരുന്നായിരിക്കാം, പക്ഷെ പറയുകയാണ് ആന്റിക്ക് അത് ഇഷ്ടമല്ല. ലൈക്ക് ആ കുട്ടി പഠിക്കുന്ന ലെസൺ ഇതാണ്, ഓക്കെ എന്റെ സെൽഫ് കോൺഫിഡൻസ് ഈസ് ലൈക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്റെ സെൽഫ് കോൺഫിഡൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റേ ആളുടെ വാലിഡേഷനിലൂടെയാണ്. അപ്പൊ അവരെപ്പോഴും എന്താ പറയുന്നത്, നമ്മളെ മറ്റുള്ളവരുടെ വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാലേ ഞാൻ നല്ലതാകുള്ളൂ. അതായത് അവർക്ക് നല്ലതാണെന്നുള്ള ഒരു ബോധ്യം സ്വന്തമായിട്ട് വരുന്നില്ല. അപ്പൊ ആ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാകാനുള്ള കാരണം തന്നെ ആക്ച്വലി സോഷ്യൽ കണ്ടീഷനിങ് ആകാം. ഇനി അത് അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ടോ ഈ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരെ? പീപ്പിൾ പ്ലീസിങ് ആക്ച്വലി ഞാൻ ബിലീവ് ചെയ്യുന്നത് അഗെയിൻ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങോ നമ്മളെ എങ്ങനെ വളർന്നു വന്ന സാഹചര്യമോ കാരണമാകാം നമ്മൾ പീപ്പിൾ പ്ലീസർ ആയത്. കാരണം വെച്ചാല് നമ്മളിപ്പോ പറയാണ് ഇപ്പൊ എല്ലാത്തിലും നമ്മൾ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുവോ, അപ്പം കൂടുതലായിട്ടും എന്തിനും യെസ് പറയാണ്. ഇപ്പൊ നോ പറയാനൊരു പേടി. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിള് കുട്ടിയുടെ അടുത്തൊരു ഹഗ് വെച്ചു, കുട്ടി എന്റെ അടുത്ത് നോ പറഞ്ഞു. നമ്മൾ ഇത്രയും നാളത്തെ സോഷ്യൽ കണ്ടീഷനിങ് ചെയ്ത് ഞാൻ ബിലീവ് ചെയ്യുന്നത് എന്താണ്, മൂത്ത ഒരാൾ ഇളയ ഒരാളോട് കാര്യം ചോദിച്ചാൽ അവർ നോ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇൻസൾട്ട് ആവുകയാണ് അല്ലെ? പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൂടാ? നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് ആ കുട്ടീനെ, ആ നോ പറയുന്ന കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്?
നിന്റെ ഡിസിഷൻ ആണത്, നിനക്ക് എന്നെ ഹഗ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പം നമ്മളിപ്പോഴും അല്ലെ, നമ്മൾ ആ നോ പറയുന്ന പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസിനെയാണ് നമ്മൾ നല്ല കുട്ടി എന്ന് പറയുന്നത്. പീപ്പിൾ പ്ലീസർ ആണ്, ദേ ആർ നോട്ട് നല്ല കുട്ടി, ദേ ആർ പീപ്പിൾ പ്ലീസേഴ്സ് അല്ലെ. നോ പറയുന്നതിനെ എത്ര തവണ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്? പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പൊ ഒരാള് ഇപ്പൊ എന്റെ കുട്ടീനെയോ എന്നെയോ നല്ല ആളെന്ന് ലേബൽ ചെയ്തുണ്ടല്ലോ, എനിക്ക് സന്തോഷമല്ല വരുന്നത്. ഞാൻ അപ്പോൾ തന്നെ നോക്കും, അവളെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യാനുണ്ടല്ലോ, അത്രയ്ക്ക് നല്ല കുട്ടിയാവട്ടെ. കാരണം വെച്ചാൽ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഇന്ത്യക്കാരുടെ നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസേർട്ടീവ് അല്ലാത്ത ഒരാളെയാണ് ഇന്ത്യക്കാരൻ നല്ല കുട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യക്കാരുണ്ടല്ലോ ഒരാളെ, ആ കൊച്ചു ഇച്ചിരി കുസൃതിയാ, ആ കൊച്ചിന് വാച്ച് ചെയ്തേ നല്ല സൂപ്പർ കൊച്ചായിരിക്കും. ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടാവും, ഈ അമ്മ പോയിട്ട് റൂമിൽ ചോദിച്ചപ്പോ ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടാവും തരണ്ടാവും. അപ്പൊ തന്നെ ആ കൊച്ചു ആരായി? അവളാണ് ഒരു ഇച്ചിരി വില്ലത്തിയല്ല കൊച്ചു. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ കണ്ടീഷനിങ് കാണും. ചെറുപ്പം മുതലേ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മള് യെസ് പറയുവാണ്, നാട്ടുകാർ പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഞാൻ നല്ല കുട്ടി. അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് സെൽഫ് അവയർനെസ് നമുക്കില്ല. നമ്മൾ എപ്പോഴാണ് നല്ല കുട്ടി? എല്ലാരും എന്നോട് നല്ലതാന്ന് പറയുമ്പോ ഞാൻ നല്ല കുട്ടി. അപ്പം നമ്മൾക്ക് അത് ഈ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടെൻഷൻ, ഹെഡേക്ക്. എപ്പോഴും അവർക്ക് ഭയങ്കര എന്താ പറയുക, തലവേദന എടുക്കണം. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഗട്ട് ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് ഫിസിക്കലി വരെ ഈ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ പീപ്പിൾ പ്ലീസിങ് അല്ലെങ്കിൽ ആൾക്കാർ ഈ പറയുന്നതിന്റെ ഒരു മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മയിലേക്ക് വന്നത്, ഇത് ഒരു മൂവിയിൽ വന്നാണ്, മമ്മൂട്ടിയുടെ പണ്ടത്തെ ഒരു മൂവിയിൽ വന്നാണ്. അതായത് ഈ ക്യാരക്ടറിന്റെ അച്ഛൻ, അതായത് അവർക്ക് പരമ്പരാഗതമായിട്ട് മെന്റൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ദം ഇയാൾക്കും അത് വരും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അപ്പം ആളുകൾ ഈ ഒരു വ്യക്തിയുടെ ആക്ഷൻസിനെ അല്ലെ ബിഹേവിയറിനെ ആ ഒരു ആംഗിളിൽ കൂടെയാണ് കാണുന്നത്. ലൈക്ക് അപ്പം ഒരു സ്വാഭാവികമായിട്ട് ഉള്ള ഒരു ആളെ എങ്ങനെ ഹൗ സൊസൈറ്റി ക്യാൻ മേക്ക് ഹിം എ മെന്റലി സ്ട്രെസ് പേഴ്സൺ എന്ന് അതിനകത്ത് വ്യക്തമായി കാണിച്ച്, ഞാൻ സിനിമയുടെ പേര് മറന്നുപോയി. അപ്പം അത് പറഞ്ഞ, അപ്പം അതായത് അവന്റെ വലിയച്ഛനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, സോ ഹി വിൽ ഓൾസോ ഗെറ്റ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ പറയുന്നതും ഈ പറഞ്ഞ 100 പേരിങ്ങനെ ചുറ്റിലും നിന്ന് പറയുകയാണ്, നീ ആ ചെയ്തതിൽ എന്തോ മറ്റേ ഇതിനകത്ത് പപ്പ പറയുന്നത് എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് പുള്ളിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി. ഒരു സൊസൈറ്റി മൊത്തം നിന്ന് ഒരാളെ ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ലൈക്ക് ആ ഒരു സ്ട്രെസ് അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടാവും. ലൈക്ക് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, ലൈക്ക് നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് എന്നുള്ളതൊക്കെ ഒരു വിദൂരമായ സാധനങ്ങളായിരുന്നല്ലോ. ഇപ്പം ഇറ്റ്സ് ചേഞ്ചിങ് എ ലോട്ട്. ലൈക്ക് ഇപ്പം നാട്ടിൽ കൗൺസിലിംഗ് എന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ അതുവരെ അപ്പോഴേ അവർ ഉറപ്പിച്ചു, ഓക്കെ ഇതത് തന്നെ. അപ്പം ഈ കൗൺസിലിംഗ് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് കുറച്ചുകൂടെ പോസിറ്റീവ് ഇതില് ആൾക്കാർ കണ്ടു തുടങ്ങാനായിട്ടൊക്കെ നാട്ടിലാണേലും തുടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെ അങ്ങനെ ഒരു ഹെൽപ്പ് ഒന്നും പണ്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇത് അവർക്ക് അതുപോലെ തന്നെ ഇപ്പൊ ടെക്നോളജി പരമായും അങ്ങനെയൊന്നും ഈ പറയുന്ന പോലെ നമ്മൾ ഒരു വലിയൊരു മേജർ ചേഞ്ച് വന്നിട്ട് ഒരു 10-20 വർഷമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് യുവർ വേൾഡ് ഇസ് ദിസ്, ഇതാണ് നിങ്ങളുടെ ലോകം, ഇവിടെ പറയുന്ന ആൾക്കാർ പറയുന്നതാണ് ഈസ് യുവർ ജഡ്ജ്മെന്റ് എവറിത്തിങ്. ലൈക്ക് അപ്പം അവരെങ്ങനെ കാണുന്നു, ദാറ്റ് ഈസ് മൈ ലൈഫ്. എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്ലീസ് ചെയ്യാനുള്ളതാണ്. ഇല്ലെങ്കിൽ ഇവരാണ് എന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പം ഇതിൽ നിന്ന് ഉള്ള ആക്ഷൻസും റിയാക്ഷൻസും ആണ് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാട്ടിൽ മറ്റൊരു ഇതുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ അല്ലെ ഒരു ചടങ്ങിന് അല്ലെ ഒരു ഫംഗ്ഷന് ഇപ്പൊ നമ്മള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോ കല്യാണമാവട്ടെ മരിപ്പാവട്ടെ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് യുവർ മോർണിംഗ്, ഇപ്പൊ എന്റെ അത് അവിടെ നമ്മൾ നാട്ടിലത്തെ ഒരു ഇതിൽ അവിടെ ആ ഇതിൽ തന്നെ എത്ര പേര് വന്നു എന്ന് ദേ വിൽ സ്റ്റിൽ നോട്ടീസ്, അവർ നോക്കും. അപ്പൊ അത് എന്റെ ആ ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുകയല്ല, എന്നാലും എന്റെ ഒരു ഇതിവിടെ എന്റെ ഒരു ഇതിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇവരുടെ റിയാക്ഷൻസും ഉണ്ടാകുക. അവര് ലൈക്ക് എന്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് വന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. ലൈക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ വരാതിരിക്കാൻ, അന്നൊന്നും നമ്മൾ ആലോചിക്കുകയില്ല. അത് ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത് ഇവിടെയാണേലും നാട്ടിലാണേലും ഒരാളുടെ ഒരു ബിഹേവ് ചെയ്യുമ്പോഴത്തേക്ക്
അതിനുള്ളിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അതിന് ബിഹൈൻഡ് എന്തെങ്കിലും റീസൺ ഉണ്ടോന്നൊന്നും നമ്മൾ ആലോചിക്കാനൊന്നും പോവുകയില്ല. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ടായെങ്കിൽ ലോട്ട് ഓഫ് തിങ്സ് വിൽ നോട്ട് ഹാപ്പൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഓക്കെ, അവര് നമ്മുടെ ഒരു പരിപാടിക്ക് വന്നില്ല, അതുകൊണ്ട് നമ്മൾ പോയി വരുന്നില്ല. അത് ഒരു തെറ്റായ ഒരു ഇതാണ് നമ്മൾ പാസ് ചെയ്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷനും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഒരു റോങ് എക്സാമ്പിൾ ആണ്. ഇപ്പം പ്രത്യേകിച്ചും എസ്പെഷ്യലി ഇപ്പൊ ഈ മരിക്കുന്ന ലൈക്ക് ഒരു മരിച്ച ചടങ്ങിന്റെ കാര്യം പറയുമ്പോൾ അതെന്തൊരു എന്തൊരു കാര്യമാണ്. നമ്മളത് ലൈക്ക് അതിനെയൊക്കെ വരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്റെ ചാച്ചൻ മരിച്ചപ്പോ ഞാൻ നാട്ടിൽ പോയപ്പോൾ നിതിനും കൊച്ചും കൂടെ വരാൻ പറ്റിയില്ല. നമ്മള് പെട്ടെന്ന് വിസയുടെ പ്രശ്നമൊക്കെ വന്നുകൊണ്ട്. അപ്പം നാട്ടിലെത്തി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ആൾക്കാര് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ലൈക്ക് ഓവർ ദ ടൈം ഞാൻ ഈ ആദ്യം എൻഗ്ലക്സ് എഴുതിയ കഥ പറഞ്ഞപ്പോൾ ഇത് 10 വർഷം മുമ്പാണ്. അപ്പത്തെ ആളല്ല ഞാനിപ്പം ഭയങ്കരമായിട്ട് ഇതിന്റെയൊക്കെ നെഗറ്റീവ്സ് മനസ്സിലാക്കി ഞാനൊരു എന്താ പറയുന്നത്, ഞാൻ മറ്റൊരാളായി മാറിയ ഒരാളാണ്. പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താണ് കുഞ്ഞി വരാത്തത്, ഹസ്ബൻഡ് വരാത്തത്, എന്താ പറയുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ആ ഒരു മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് ഞാൻ പ്രതികരിക്കാതിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുവാണ്. എന്റെ ചാച്ചൻ മരിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പള്ളിയിൽ നിന്ന് നമ്മൾ എന്നും ചാച്ചൻ മരിച്ചതിന്റെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആൾക്കാര് നമ്മളോട് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുവാണ്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് എന്റെ ചാച്ചൻ മരിച്ചത് ക്ലാസ്സിലായിരിക്കും, എനിക്കത് ഇപ്പോഴും ഞാൻ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പോലും ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഉള്ളിൽ മോൺ ചെയ്യുന്ന എന്റെ അടുത്ത ആൾക്കാരിങ്ങനെ അതിനെ ആശ്വസിപ്പിക്കാതെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണ്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഇറ്റ് വാസ് വെരി ഫണ്ണി സിറ്റുവേഷൻ ദാറ്റ് സോ ലൈക്ക് ഞാനിങ്ങനെ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ പല കാര്യം ഒന്നിച്ച് ഡൈജസ്റ്റ് ചെയ്യണം. എന്നാൽ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ പോയപ്പം നമ്മുടെ ജെറ്റ് ലാഗ് കാരണം നേരെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ ചെന്ന് നേരെ അറ്റൻഡ് ചെയ്യുന്ന എന്റെ ചാച്ചന്റെ ഫ്യൂണറലാണ്. അപ്പം അതിന്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഞാൻ ആകെപ്പാടെ ഉറക്കമില്ല, ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള എന്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും എനിക്ക് എല്ലാം ഇങ്ങനെ എന്റെ തലയുടെ മുകളിൽ കൂടെ പോകുമ്പം ഈ എന്നോട് ചോദ്യം ചോദിച്ച ആള് ചോദിക്കുവാണേ, ഓ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് മോള് അമേരിക്കക്കാരിയല്ലേ, മലയാളം അറിയത്തില്ലായിരിക്കും അല്ലേ എന്ന്. അപ്പൊ ആലോചിച്ച് നോക്കണം അവർക്ക് എന്തുമാത്രം വിവരം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാ മലയാളം മറന്നു പോകുന്നത്. അവര് തന്നെയാണ്, ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുവാണ് എന്ത് ഉത്തരവാണ് ഞാൻ ഇവരോട് പറയുക. കാരണം നല്ല പ്രായമുള്ള ഒരു സ്ത്രീയാണ് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് വയ്യ, എനിക്ക് ഇതിനുള്ള ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് മൈ എനർജി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ എനിക്ക് അതിനുള്ള ഉത്തരം പറയാൻ വയ്യ. അപ്പൊ ഞാൻ ഐ വാസ് സ്റ്റിൽ തിങ്കിങ് ഇൻ മൈ മൈൻഡ് ആൻഡ് പുള്ളിക്കാരി തന്നെ എന്നൊരു മറുപടി കണ്ടുപിടിച്ചു. ഓ അമേരിക്കയിൽ പോയിട്ട് ഒത്തിരി നാളായില്ലേ മലയാളം. അപ്പൊ ഞാൻ മലയാളം എങ്ങനെ നമ്മൾ അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായി, ഞാൻ ഒന്നും മിണ്ടിയില്ല, പുള്ളിക്കാരി പോയി അങ്ങനെ തന്നെ പൊക്കോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും ബുദ്ധിയെ പുള്ളിക്കാരിക്ക് ഉള്ളൂ. കാരണം അത്ര എന്ത് പുള്ളിക്കാരിയൊക്കെ വിചാരിക്കുവാണെങ്കിൽ ഞാൻ മലയാളം മറന്നുപോയി. കാരണം ഇത്രയും ചോദിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ. ഇതുപോലെ മറ്റേ ഈ അതിൽ നിന്ന് അവര് തന്നെ ഒരു അസംഷനിലേക്ക് അങ്ങ് എത്തി ഇന്നതാണ് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള പല അസംഷൻസും അല്ലെങ്കിൽ പല കാര്യങ്ങളുമാണ് നാട്ടിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നാട്ടിൽ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സൊസൈറ്റി എന്ന് പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നാട്ടിൽ തന്നെയാണോ എന്നില്ല, അതുപോലെ തന്നെ പല ബിഹേവിയേഴ്സും ഇവിടെ വന്നിട്ടും കണ്ടിട്ടുണ്ട്. അതായത് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ വന്നിട്ടും ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ വരുന്ന അസംഷൻസില് നിന്നുകൊണ്ട്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ നേരത്തെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിതാണ് പെൺകുട്ടി എപ്പോഴും ചെറുക്കന്റെ വീട്ടിൽ വേണം. പിന്നീട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റൈറ്റ് ഓഫ് ലൈക്ക് യു ഇനി ചെറുക്കന്റെ വീട്ടിൽ വേണം. അപ്പോ അതായത് എന്തുണ്ടെങ്കിലും അതിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചു വളർന്ന ഒരു വീടായിരിക്കും എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ. അപ്പം നമ്മൾ അവിടെ പുതിയൊരു എൻവയോൺമെന്റിൽ പോകുമ്പോഴത്തേക്ക് ലൈക്ക് ഇറ്റ് ടേക്സ് ടൈം ടു അഡ്ജസ്റ്റ്. പക്ഷേ സ്റ്റിൽ നത്തിങ് ഫീൽസ് ലൈക്ക് ഇപ്പം അതിപ്പം ഡിസ്നി ആണെങ്കിലും ഡിസ്നിയുടെ വീടായിരിക്കും എപ്പോഴും യുവർ ഫേവറേറ്റ് പ്ലേസ്. അവരുടെ ഹോമിന്റെ അത്രയും വേറെ ഒന്നും
ലൈക്ക് നത്തിങ് വിൽ കം. അപ്പം ഇങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിന് ഇനിയിപ്പോ അങ്ങനത്തെ ഒരു മിസ്സിംഗ് ഫീലിംഗ് വന്ന് വീട്ടിൽ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും അപ്പുറത്തെ ആൾക്കാർ സംസാരിക്കാനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ, അവൾ 2 ദിവസത്തിൽ കൂടുതലായി ഇവിടെ വന്ന് നിൽക്കുന്നു, വിട്ടിട്ട് പോയതായിരിക്കും. ഇനി തിരിച്ച് ഒരു ആണ് പോയി അപ്പുറത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറുക്കൻ എന്താണ് ഇവിടെ വന്ന് ഈ പെണ്ണിന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ കുടി കിടക്കുന്നത്, അങ്ങനെ. അപ്പം ഇതിന് എല്ലാ സിനാരിയോയ്ക്കുമുള്ള അസംഷനും അതിനുള്ള സാധനങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി ഉണ്ട്. അത് ഏത് സന്ദർഭം വരുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ എടുത്തിടാവുന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ നാട്ടിലെ ട്രഡീഷൻസ് ലൈക്ക് ഹൗ ദാറ്റ് അഫക്റ്റഡ് മൈ ലൈഫ് വാസ് ലൈക്ക് ഈ സ്വർണം, എന്താ പറയുക, പെണ്ണുങ്ങള് സ്വർണം ഇടുക എന്നുള്ള ഒരു കാര്യം, പിന്നെ അതുപോലെ തന്നെ താലി ഇടുക, കല്യാണം കഴിച്ചു കഴിഞ്ഞാല് സെയിം പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഇച്ചായ എന്ന് വിളിക്കുക, അങ്ങനത്തെ ആ ട്രഡീഷൻസ് ഒക്കെ. സോ ലൈക്ക് എന്റെ അടുത്ത് ഞാനും ഇതിനും ഒരേ സെയിം ആയിട്ട് ഒരേ സ്കൂളിൽ പഠിച്ച, ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, പക്ഷെ ഒരേ സ്കൂളിൽ ഒരേ ഇയറിൽ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു. എന്താ പറയുക, അത് എനിക്ക് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ തന്നെയും, ഈവൻ ഒരേ വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും, ചെറുക്കനും പെണ്ണിനും അവർ പണ്ടത്തെ പോലെ തന്നെ തുടർന്നാൽ മതി. പക്ഷെ ഈ സൊസൈറ്റി പറയുകയാണ് അയ്യോ കെട്ടിയവനൊക്കെ ഒരു പേര് വിളിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള പ്രശ്നമാണ്. അത് ഇവിടെ ഇല്ലാത്തൊരു സംഭവമാണത്. അതുപോലെ തന്നെ ഇപ്പം ആണും പെണ്ണും ഒരുമിച്ചാണ് കല്യാണം കഴിക്കുന്നത് അല്ലെ, പക്ഷെ പെണ്ണിനാണ് താലി കെട്ടുക. പക്ഷെ അത് ഇവിടെ ഇല്ലാത്തൊരു കാര്യമാണ്, അത് നമുക്ക് ഇന്ത്യയിൽ മാത്രമുള്ളൊരു കാര്യമാണ്. അതുപോലെ സ്വർണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് സ്വർണത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ തന്നെ നമുക്കിപ്പോ ഞങ്ങള് വീട്ടിലൊരു ഒത്തിരി പേരുടെ വീടാണ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ സ്വർണ്ണമാല ഇങ്ങനത്തെ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അധികം എന്റെ ചാച്ചൻ പ്രിഫർ ചെയ്തത് ഞങ്ങളുടെ കരിയർ ആയിരുന്നു. ചാച്ചൻ അധികം ഇങ്ങനെയോ സ്വർണ്ണമാല സ്വർണ്ണവള. അപ്പൊ എന്റെ അമ്മയും താങ്ക്ഫുള്ളി അതിനൊന്നും വലിയ പ്രയോറിറ്റി കൊടുത്ത ആളല്ലായിരുന്നു. അപ്പം ചാച്ചന്റെ സ്വത്ത് വിറ്റിട്ടാണേലും കടം എടുത്തിട്ടാണേലും ഞങ്ങളെ പഠിപ്പിക്കുക. പക്ഷെ അല്ലാതെ ചില ആൾക്കാരെ പോലെ സ്വർണം എന്ത് വിറ്റിട്ടും സ്വർണം വാങ്ങിച്ചിരുന്ന ആളല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിക്കുമ്പോ ഹോസ്റ്റലിൽ പഠിക്കുമ്പോ എല്ലാവർക്കും സ്വർണത്തിന്റെ ഒത്തിരി ഓർണമെന്റ്സ് ഉണ്ട്, എനിക്ക് കുറവാണ്. ഞാൻ നുണ പറയുമായിരുന്നു. നാട്ടുകാരുടെ പ്രഷർ കാരണം എനിക്ക് അങ്ങനെ ഒരു കുറച്ചില് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറയായിരുന്നു എനിക്ക് മാലയുണ്ട്, എനിക്ക് വളയൊക്കെ ഉണ്ട്, ഞാനത് ട്രെയിനിലൊക്കെ വരുമ്പോ ആൾക്കാർ മോഷ്ടിക്കുമെന്ന് പേടിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് നമ്മുടെ വെൽത്തിന്റെ ഒരു സിമ്പിളാണ് അല്ലെ, വെൽത്തിന്റെ ഒരു സിമ്പിളാണ് നമ്മൾക്ക് മാല ഇടണം. എന്നാൽ എനിക്ക് സ്വർണ്ണമുണ്ട്, അല്ലെ എനിക്ക് കാശുണ്ട്. പണ്ടത്തെ കാലത്തെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കൊരു 9 വയസ്സോ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. പള്ളിയിൽ പോവാണ്. അപ്പൊ ഒരു പള്ളിയിൽ പോകണം ചോദിച്ചോണേ. അപ്പൊ ഒരു പുള്ളിക്കാരി എനിക്ക് ഓൾറെഡി അറിയാം നമ്മള് എന്താ പറയുന്നത് മാല ഇട്ടില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ എനിക്കൊന്ന് 10-ലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മാലയുള്ളൂ, അതിന് എനിക്ക് സ്വർണ്ണമാലയില്ല. അപ്പൊ സ്വർണ്ണമാല ഇല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തലയിൽ കൂടെ 10 ഉള്ളതുകൊണ്ടല്ല, ഇത് കാണാതിരിക്കും. നാട്ടുകാരുടെ പ്രഷർ കാരണം തലേ തുണിയിട്ടുണ്ടാവുന്ന എന്റെ തല തുണി മാറ്റിയിട്ട് മാല ഇല്ലേന്ന് ചോദിച്ച ഒരു ആന്റീനെ എനിക്കറിയാം. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഞാനപ്പോ അത്ര വലുതൊന്നുമല്ല. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ഒരിക്കലും 10 മാല വാങ്ങിക്കാനുള്ള കാശ് ഞാൻ ഉണ്ടാക്കും, പക്ഷെ ഞാൻ സ്വർണ്ണമാല എടുത്തില്ല. അപ്പൊ ഞാൻ നാട്ടിലോടെ നടക്കുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവണം. സോ ലൈക്ക് അവർക്ക് ക്ലിയർലി മനസ്സിലാവണോ ഇവൾക്ക് മാലയിടാൻ കാശില്ലാത്തോണ്ടല്ല ഇവള് മാല ഇടാത്തത്. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ആ നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത് മാറ്റാൻ പറ്റത്തുള്ളൂ. ആ ട്രഡീഷനെ നമ്മൾ തന്നെ വെല്ലുവിളിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരിക്കലും മാല ഇടത്തില്ല. യു വിൽ നെവർ ഫൈൻഡ്. ഞാൻ ഒരിക്കലും മാല ഇടത്തില്ല. സ്വർണത്തിന്റേതായ ഒരു സാധനം ഞാൻ ഇടത്തില്ല. ഞാൻ കമ്മലും മാല ഇടാതെ വേണ്ടി നടക്കും. കാരണം ഐ വാണ്ട് ടു പ്രൂവ് ദം ദാറ്റ് നിനക്ക് കാശുണ്ടെങ്കിലും ഇതിടാതെ നിനക്ക് നടക്കാം. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു ബെനിഫിറ്റ്, കാശില്ലാത്ത ഒരാൾക്ക് ആ ഒരു പ്രഷർ ഉണ്ടാവരുത്. എനിക്ക് അതിങ്ങനെ അനുഭവമുണ്ട്. കാശില്ലാത്ത ആൾക്കാർക്ക് ആ അനുഭവമുണ്ട്. കാരണം അവർക്ക് ആ വിഷമമുണ്ട്. അവർക്കത് ഇടാനായിട്ടല്ലടാ. ഞാൻ ഒരിക്കലും സ്വർണത്തിന്റെ ഫാനല്ലായിരുന്നു. എനിക്ക് ഒരിക്കലും സ്വർണ്ണമാല വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നാട്ടുകാരെ കാണിക്കാനായിട്ട് ഇടേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുറെ നേരം നടക്കുമായിരുന്നു. കാരണം എന്താ, നാട്ടുകാരെന്ത് പറയും. ഇത് ഈ ഞാന് എപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്. അതായത് ഈ നാട്ടിൽ ഇതുപോലെയുള്ള എന്താണ് പറയുന്നത്,
ഇപ്പൊ ഈ സ്വർണ്ണം, അതായത് എനിക്ക് സ്വർണ്ണമുണ്ടോ സ്വർണ്ണമില്ലേ അങ്ങനത്തെ ഉള്ള ആ ഒരു ഡിസ്റ്റിങ്വിഷ് ഇത് ആൾക്കാർ അത് വെച്ചിട്ട് താരതമ്യം ചെയ്യുന്നത് മാറ്റിയിരിക്കുന്നത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അതായത് സ്കൂളുകളിൽ യൂണിഫോം. അത് അപ്പൊ അവര് അതായത് ആ ഒരു സ്ഥലത്തല്ലാതെ നാട്ടിൽ ആ ഒരു ഇക്വാലിറ്റി വേറെ കാണുമായിരിക്കാം, പക്ഷെ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഇക്വാലിറ്റി വന്നിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് പീപ്പിൾ ഹു ആർ റിച്ച് ഈസ് ഗോയിങ് ടു ഷോ ഓഫ്. അവർക്ക് ഇഷ്ടമുള്ള ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വെള്ള ഷർട്ടും കറുത്ത നിക്കർ ഓൾ പാൻസ് ഇതായിരുന്നു എന്റെ സ്കൂളിലെ യൂണിഫോം. അത് 1 തൊട്ട് 10 വരെ ഇതാണിട്ട്. അപ്പം നീ പണക്കാരനാണേലും പാവപ്പെട്ടവരാണേലും ഒരേ യൂണിഫോം, ഇതാണ് ദിസ് ഈസ് യുവർ ഡെയിലി വെയർ, ഇതാണ് ഇടാൻ പോകുന്നത്. അപ്പം അങ്ങനെ അത് ഒരു വളരെ നല്ലൊരു കാര്യമായിരുന്നു. അങ്ങനെ there are certain areas where നമ്മൾ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും ചേഞ്ചസ് പറഞ്ഞ പോലെ നമ്മൾ തിരിച്ച് ആ കുറച്ച് ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് എന്താണ് ഈ നമ്മുടെ ഈ ടെക്നോളജി ടെൻസി പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് നോളജ് ട്രാൻസ്ഫർ. ഇത്രയും നാള് നമ്മൾ നോളജ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നൗ there are areas where you can do a reverse KT also, like you know, ഇങ്ങനെയല്ല. അല്ലെങ്കിൽ ഞാനിപ്പോ മമ്മിയുടെ ആണെങ്കിലും പറഞ്ഞ പോലെ മമ്മിക്ക് വയ്യാത്ത ഒരു സമയത്ത് മമ്മിക്ക് കാലിന്റെ ഒരു ഫ്രാക്ചർ ഉണ്ടായപ്പോഴത്തേക്ക് ഒരിടത്തൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ മമ്മിയുടെ ടെൻഷൻ വാസ് ഞാൻ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, എനിക്ക് ഐ ഹാവ് ടു ബി ദർ. മമ്മിക്ക് വയ്യാതിരിക്കുകയാണ് എന്നിട്ടും വന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസസ് ഐ ആം വില്ലിംഗ് ടു ടേക്ക്. സോ അതിനെക്കുറിച്ച് മമ്മി ഓർത്ത് ബോധറാവേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഇപ്പം ആ ഒരു ആൾക്കാർ അവരുടെ ഇതിൽ നിന്ന് ട്രൈ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. അത് ഓൾഡർ ജനറേഷൻ ആവാം, നമ്മുടെ യങ്ങർ ജനറേഷനെ ആവാം. ലൈക്ക് വാട്ട് യു കെയിം ത്രൂ, എന്താണ് നമ്മൾ കടന്നു വന്നത്, അതിൽ നിന്ന് എന്താണ് ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ 2 സൈഡിലോട്ടും നമ്മൾ ഈ നോളജ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഗൈൻ ചിലത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കില്ല, ഇറ്റ് വിൽ ഗെറ്റ് റിഫൈൻഡ്. ഇതെല്ലാം ഇങ്ങനെ റിഫൈൻ ചെയ്തു പോകേണ്ട ഒരു പ്രോസസ്സുകളാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ആൾക്കാര് അൺലേൺ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർക്ക് മനസ്സിലാവുകയാണ്, ഈവൻ ഇഫ് ലൈക്ക് യു പ്രൂവ് ദം വിത്ത് ലൈക്ക് സോൾഡ് എവിഡൻസ് ദാറ്റ് ദിസ് ഈസ് നോട്ട് കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്, but അവർ still hesitant to unlearn it. So അപ്പൊ നമ്മളൊരു സർട്ടൻ ഏജിൽ എത്തുമ്പോൾ നമ്മൾ ഈ ലേണിംഗ് എന്നുള്ള കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഓക്കെ ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഈ കാര്യങ്ങൾ ഞാൻ വെറും സൊസൈറ്റിയിൽ പ്രഷർ കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ തമാശയായിട്ട് പറയല്ല, എനിക്ക് ഏറ്റവും അധികം എന്നെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ സോ ഐ സെഡ് നോ ടു ലൈക്ക് ഇപ്പൊ എന്റെ അടുത്ത് പറയാണ്, ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും സെയിം ഏജ് ആണ്, അപ്പൊ എന്നോട് പറഞ്ഞു ഇച്ചായ എന്ന് വിളിക്കണം എന്നുള്ളൊരു പ്രഷർ വന്നപ്പോൾ ഐ സെഡ് നോ. പക്ഷെ then എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഞാൻ ഐ സെലിബ്രേറ്റ് മൈസെൽഫ്. ഓക്കെ കൊണ്ടോ എനിക്ക് ആ ഒരു കറേജ് ഉണ്ടായല്ലോ അത് പറയാൻ. അപ്പൊ അങ്ങനെ ഇച്ചായ എന്ന് വിളിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ താലി ഇടുന്ന പരിപാടി, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്വർണം മാല ഇടുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ താലി നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ച് മാത്രം താലി ഇട്ടുകൊണ്ട് നടന്ന എന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ താലി തിരിഞ്ഞു കിടന്നാല് എന്റെ ഹസ്ബൻഡിന് എന്തോ പറ്റും. അപ്പൊ തന്നെ ഞാൻ എനിക്ക് സന്തോഷമായി, കാരണം എന്തെങ്കിലും പറയാൻ ഇട്ടിരിക്കുവായിരുന്നു. ഞാൻ ആ മാലയോട് ഊരി പാത്തു വെച്ചു. ഞാൻ പിന്നെ താലിയോ മാലയോ ഇട്ടിട്ടില്ല, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്നില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഓക്കെ ഒരാഴ്ചക്ക് ഇടാം, നാട്ടുകാര് ചുമ്മാ ഇതിനെല്ലാത്തിനും മറുപടി പറയണ്ടല്ലോ, എന്റെ എനർജി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറുപടി പറയാനല്ലേ എല്ലാവരോടും എന്തിനാ ആദ്യം തന്നെ വഴക്കുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇത് ഇട്ടോണ്ട് നടന്നിട്ടും മാറ്റിയപ്പോൾ ഞാൻ അത് ഊരി വെച്ചപ്പോൾ എനിക്ക് തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. കാരണം വെച്ചാൽ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടോ, എനിക്ക് ഐ വാസ് ഏബിൾ ടു സേ നോ ഈവൻ ദോ ഐ വാസ് അണ്ടർ പ്രഷർ. അത് ഭയങ്കര ഈസി അല്ല, പറയുന്ന പോലെ ഈസി അല്ല നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാൻ. പക്ഷെ എപ്പോഴും ഞാൻ പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ യെസ് പറഞ്ഞ മൊമെന്റിനേക്കാൾ അധികം ഞാൻ ഹാപ്പി ആയിട്ടുള്ളത് ഞാൻ നോ പറഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ യെസ് പറഞ്ഞപ്പോഴേക്കാൾ എന്റെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഞാൻ നോ പറഞ്ഞപ്പോഴാണ്. സോ ഐ ട്രൂലി ബിലീവ് ഹൗ വി ക്യാൻ ചേഞ്ച് ദിസ് എന്താ പറയുക നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത്. നമ്മൾ കുട്ടികള് instead of when they say yes, we used to appreciate them. We should appreciate them when they say no.
And you should tell them like, I love it. Right. I love it. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് അവരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഓ നാട്ടിലാണെങ്കിൽ അറിയാലോ, പണ്ട് ലൈക്ക് എന്റെ ഒരു കുട്ടിക്കാർ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് പറയുന്നത് ഇത് ഇപ്പൊ ഒരു എൽഡർലി ടോക്സ് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്തവർ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം, ഇല്ലെങ്കിൽ നീ ഇവിടേക്ക് അഭിപ്രായം പറയാൻ ഉള്ള ആളായോ എന്ന് പലയിടത്തും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതായത് പറഞ്ഞപ്പം ആ അഭിപ്രായം ചോദിച്ചത് അപ്പൊ അത് ചിലപ്പോൾ അവർ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ല. ദാറ്റ് യു ക്യാൻ കറക്റ്റ് ദം. ഈ പറഞ്ഞതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോട്ട്. അപ്പൊ അവരെ നമ്മൾ രണ്ട് കാര്യങ്ങൾ, അതായത് അവരൊരു ഒപ്പീനിയൻ പറഞ്ഞു, അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ചേഞ്ചസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പല ഇതുപോലത്തെ ഒരു സെറ്റ് ഓഫ് ഇതുവഴി പോകുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ ഇപ്പൊ റിവേഴ്സ് കെറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ചേഞ്ചസിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുക. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മള് ഐ അണ്ടർസ്റ്റാൻഡ് വെർ യു ആർ കമ്മിങ് ഫ്രം, നിന്റെ പ്രായം ഇതൊന്നും നോക്കിയിട്ടല്ല, പക്ഷെ ഇന്ന റീസൺസ് കൊണ്ട് ഐ തിങ്ക് ഇറ്റ് മൈ നോട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ, അവര് എന്റെ അഭിപ്രായം കേട്ടു, അതിൽ നിന്ന് ലൈക്ക് ഇന്നത് കൊണ്ട് ഓക്കെ, സോ there was something. അപ്പൊ നല്ല അത് കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ they will also be happy. ഇനി അതല്ലായിരുന്നെങ്കിൽ നമ്മൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ then also they will be happy. Yeah, because at least then you are still including them in the conversation. Correct. Right? അല്ലാതെ നമ്മള് നിനക്ക് അതിനുള്ള കഴിവില്ല, നിനക്ക് അതിനുള്ള ബുദ്ധിയില്ല എന്ന് കട്ട് ഓഫ് ചെയ്ത് വിടുന്നില്ലല്ലോ. അപ്പൊ അത് തന്നെ അതാ ഞാൻ പറയുന്നത്, നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ, so when they say like stop or no, so that is the one thing I teach my daughter, that no means no. So there is one thing like you do not need to explain after that. Correct. So നമ്മൾ ചിലപ്പോൾ ഇതിനെ ഇനി എങ്ങനെ നൈസായി പറയാം. പക്ഷെ ഇപ്പം നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ I would definitely say start with the saying in a respectfully no. Then eventually you will be get better at saying no, and then one point നിങ്ങൾക്ക് എന്താ പറയുന്നത് നോ കോൺഫിഡന്റ്ലി പറയാം. സോ ഞാൻ എന്റെ മോളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, നോ ഈസ് എ കംപ്ലീറ്റ് സെന്റൻസ്. അതൊരു സിനിമയിലുള്ള ഒരു ഡയലോഗാണ് അമിതാഭ് ബച്ചൻ പറയുന്നത്, നോ ഈസ് എ കംപ്ലീറ്റ് സെന്റൻസ്. അതിന് നിനക്ക് അധികം എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല. നോയുടെ അവസാനം ഒരു കുത്താണ്, ഒരു കോമയല്ല. അപ്പൊ നോ എന്ന് പറഞ്ഞാൽ നോ ആണ്, അത് നീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് എന്തുകൊണ്ട് നോ നോ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഞാനിപ്പോഴും ഇപ്പൊ ഞാൻ എന്താ പറയുക എപ്പോഴും പ്രൗഡ് ആവുന്നത്, ഞാനിങ്ങനെ എന്റെ മോൾ ആരുടെയും കൂടെ കളിക്കുമ്പോൾ സാധാരണ ആൾക്കാര് കണ്ടോ എത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല ഞാൻ പ്രൗഡ് ആവുന്നത്. അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഐ വിൽ വാച്ച് ഹർ ദെൻ ഇഫ് ഷീ ഈസ് ലൈക്ക് അവള് പറയുവാണ്, അവളുടെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിലാണ് എനിക്ക് സന്തോഷം. അല്ലെങ്കിൽ അവൾ അസർട്ടീവ് ആയിട്ട് നോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തിയാലോ, അത് എനിക്ക് അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതാണ് ഞാൻ അവളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഞാനൊരു പീപ്പിൾ പ്ലീസറിനെയാണ് വളർത്തുന്നത്. വെച്ചാൽ നമ്മൾക്ക് ആ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ, നിനക്കത് ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നീ നിനക്ക് ഇഷ്ടമല്ല എങ്കിലും നീ പോയേ പറ്റൂ. പക്ഷെ അങ്ങനെ എന്തിനാണ് നമ്മൾ ആ ഒരു ഇപ്പോഴും ഒരു കുട്ടീനെ ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു കുട്ടീനെ നല്ല കുട്ടിയാക്കുന്നത് ഇപ്പോഴല്ലേ? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു കുട്ടി നല്ല കുട്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി സൈലന്റ് ആയിട്ടുള്ള, ആര് പറഞ്ഞാലും കേൾക്കുന്ന, ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള, അങ്ങനെയാണ് നമ്മൾ അവരെ കുറിച്ച് കമന്റ് പറയുക അല്ലെ? അല്ലെങ്കിൽ ഒരു കൊച്ചു ആ കൊച്ചിന്റെ ഒപ്പീനിയൻ പറഞ്ഞെങ്കിൽ ആ കൊച്ച് നല്ല കൊച്ചാവുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആ കൊച്ചിനെ കൊണ്ട് തറുതല ഈസ് ദ ഗുഡ് വേർഡ്, റൈറ്റ്? തറുതല പറയുന്ന ആളാണ് അല്ലല്ലോ, ആ കൊച്ചിന്റെ ഒപ്പീനിയൻ അല്ലേ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ഇത്രയൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന നമുക്ക് പോലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കൊച്ചൊരു ഭയങ്കര കൊച്ചു തന്നെ. പക്ഷെ ഞാൻ റീസെന്റ് എനിക്കിങ്ങനെ ഒരു കൊച്ചിങ്ങനെ സ്റ്റോപ്പ് ഒക്കെ പറയുന്ന കേട്ടോ, സ്റ്റോപ്പ് നോ, അങ്ങനെ 2-3 പ്രാവശ്യം അടുപ്പിച്ച് തോന്നിയപ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി ആ കൊച്ചിനോട്. ഞാനിങ്ങനെ അമ്പടി മിടുക്കി കൊള്ളാലോ നീ. അതെന്റെ മോളല്ല, പക്ഷെ ഞാനതിങ്ങനെ വാച്ച് ചെയ്യുവാണ്, ഒരു കളി വാച്ച് ചെയ്യുവാണ് ഞാൻ. അപ്പം ഈ കുട്ടിയുടെ അടുത്ത് വേറൊരു കുട്ടി വന്ന് അൺസോൾഡ് നീ ചുമ്മാ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചത് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം ഈ കൊച്ചു മറ്റേ മലയാള സിനിമയ്ക്ക് സാർ ചായ, എന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. അതുപോലെ തന്നെ ഈ കൊച്ചു വയ്ക്കുകയാണ്,
ഞാൻ നിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചോ? അപ്പൊ ഞാൻ ഐ വാസ് സോ പ്രൗഡ്. ഞാൻ നോക്കുമ്പോ എന്റെ ദൈവം ഇന്ന് ആരാണ് കൊച്ചു പറയുന്നതേ. അപ്പൊ പക്ഷെ നമ്മൾ പണ്ടത്തെ കാലത്താണ് എന്തിനാ അവനൊന്ന് നിന്നെ ഉപദേശിച്ചെങ്കിൽ നിനക്കത് കേട്ടാലല്ലോ. അങ്ങനെയല്ല, നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? അവൻ മറ്റേ കൊച്ചില്ല എന്നാ പറയണ്ട. സോ അതുപോലെ തന്നെ ഓരോ തവണയും നോ പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് നോ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. നമ്മള് നോ പറയാൻ പഠിക്കണം. നോ പറഞ്ഞ് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഈ നാട്ടുകാർ എന്ത് പറയും എന്നത് ബ്രേക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻ ഈസ് സെയിങ് നോ. അവര് എന്ത് പറയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ലൈഫിനെ ആയിരിക്കും അത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് നമ്മള് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന സിറ്റുവേഷനെ എല്ലാം അഡ്രസ് ചെയ്യുകയും ആൻസർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുള്ള ദീസ് ഓൾ ആർ ഡിസ്ട്രാക്ഷൻസ്. മറ്റേ എന്താണ് പറയുന്നത്, ഇപ്പം കൊലിക്കുന്ന പട്ടികളെ എല്ലാം കല്ലെറിയാൻ കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ എന്ന് പറയുന്ന പോലെ other people think is none of your business. അത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇന്നയാൾ ഇന്നെ പറഞ്ഞു, വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. സോ നേരത്തെ പറഞ്ഞ ആ തെറാപ്പിയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഇപ്പത്തെ ഐ റെഡ് ഇറ്റ് ഞാനിങ്ങനെ ചുമ്മാ ഇതിന്റെ പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോ കണ്ടൊരു കാര്യം, ആക്ച്വലി നോ പറയാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു തെറാപ്പി ഉണ്ട്. അവർ നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് തരും. ഐ വാസ് വെരി ക്യൂരിയസ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഐ വാണ്ടഡ് ടു ലൈക്ക് ലേൺ ഇറ്റ്, ബട്ട് ഐ വാസ് വെരി ക്യൂരിയസ്. അപ്പൊ അവരിങ്ങനെ പറയും, ലൈക്ക് നമുക്ക് അവര് ഓരോ പോയിന്റ് തരും. അങ്ങനെ നമ്മൾക്ക് അത് നോ പറയാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തെറാപ്പി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം വൈസ് അപ്രോച്ച് ഉണ്ട്. ഓക്കെ, അവർ നമ്മളോട് പറയും, സോ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ്, അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ എന്ന് നമുക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എനിത്തിങ്, ഇഫ് യു ആർ സാക്രിഫൈസിങ് എനിത്തിങ് ടു പ്ലീസ് അതേഴ്സ്. അപ്പൊ ചിലപ്പോ നമ്മള് ഈ എപ്പോഴും ഉണ്ടല്ലോ ഈ കൈൻഡ്നെസ്, ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ദാറ്റ് ഈസ് എ വെരി ബിഗ് തിങ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് പീപ്പിൾ പ്ലീസിങ് എന്ന് പറഞ്ഞാൽ കൈൻഡ്നെസ് ആണെന്നാണ്. അല്ല, ആക്ച്വലി അത് തെറ്റാണ്. അതുപോലെ തന്നെ പീപ്പിൾ പ്ലീസർ അല്ലാത്ത ആൾക്കാർ കൈൻഡ് അല്ലെന്നുള്ളതും അല്ല. നമ്മൾക്ക് കരുണയുള്ളവരായിരുന്നത് കൊണ്ട് തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാനും നോ പറയാനും പറ്റും. അല്ലാതെ നമ്മൾ ഈ ക്രൂവലായിട്ടുള്ള ആൾക്കാരല്ല എപ്പോഴും ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, നോ പറയുന്നത്. അതാണ് അടുത്ത സൊസൈറ്റിയൽ മിസ്കൺസെപ്ഷൻ അബൌട്ട് പീപ്പിൾ പ്ലീസേഴ്സ്. അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസേഴ്സ് ആണ് നല്ല ആൾക്കാരെന്നുള്ളതല്ല, അത് തെറ്റാണ്. ഈ കൈൻഡ്നെസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പീപ്പിൾ പ്ലീസർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പം അതാ ഞാൻ പറയാം, നമുക്ക് സെൽഫ് അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഞാൻ നല്ലൊരു പേഴ്സൺ ആണെന്ന് എനിക്ക് അറിയാമെങ്കിൽ, എനിക്ക് എന്നെ കുറിച്ചുള്ള കോൺഫിഡൻസും സെൽഫ് അവയർനെസ്സും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ നല്ല ആളാണ്. അത്ര വ്യത്യാസമുള്ളൂ. പീപ്പിൾ പ്ലീസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റേ ആൾ പറയണം നല്ല ആളാണ്, ഞാനും നല്ല ആളാണ്, പീപ്പിൾ പ്ലീസറും നല്ല ആളാണ്, പക്ഷെ മറ്റേ ആൾക്ക് വാലിഡേഷൻ വേണം, പക്ഷെ എനിക്ക് വാലിഡേഷൻ വേണ്ട. അത്ര വ്യത്യാസമുള്ളൂ. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന ഫ്രീഡം, അപ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത്. പീപ്പിൾ പ്ലീസർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി ബോത്ത് ആർ കൈൻഡ്. അപ്പൊ അവര് പീപ്പിൾ പ്ലീസേഴ്സിന് പറ്റുന്ന അടുത്ത പ്രശ്നം ഒരു ബേൺ ഔട്ട് ആവുകയാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അവർ ചെയ്യുന്നത്. അവരിത് ചെയ്ത് ഓവർ ദി ഇയേഴ്സ് അവർ ബേൺ ഔട്ട് ആവുകയാണ്. അപ്പൊ അതിന് ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ വരും. തീർച്ചയായിട്ടും. അപ്പൊ അവര് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വരും, ഓ ഇത് ഞാൻ ചെയ്യണ്ടായിരുന്നു എന്ന്. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, അത് സൊസൈറ്റിയിലുള്ള മിസ്കൺസെപ്ഷൻ ആണ്. ഓക്കെ, നമ്മള് അവര് കരുണയുള്ളവരല്ല, ദുഷ്ടന്മാരാണെന്ന് അല്ല. കരുണയുള്ളവരാകണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ പ്ലീസർ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ലൈക്ക് നമ്മൾ കുട്ടികളിലും നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടവര്. കാരണം വെച്ചാൽ കുട്ടികൾ നോ പറയുമ്പോൾ ഒരിക്കലും അവര് നല്ല കുട്ടിയല്ല, അല്ലെങ്കിൽ മോശം കുട്ടിയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമില്ല. നോ പറയുന്ന ഒരു നല്ല കാര്യമാണെന്നുള്ളത് നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നാണെന്നറിയോ, ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എക്സാമ്പിളൊക്കെ, ഇതെങ്ങാനും കേട്ടിട്ട് നാട്ടുകാരെന്ത് പറയും. പക്ഷേ അപ്പം നേരത്തെ പറഞ്ഞ ഇതിന്റെ എക്സാമ്പിൾ തന്നെ, അതായത് 45 minutes കൊണ്ട് നിനക്ക് ചെയ്യാവുന്ന ഒരു എക്സാം 6 മണിക്കൂർ കൊണ്ടും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ കൂടെ പോയി, ലൈക്ക് യു വേസ്റ്റഡ് 6 hours there, which
വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു 45 മിനിറ്റ് കൊണ്ട് ചെയ്യാതിരുന്ന കാര്യങ്ങൾ. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരുപാടുള്ള ഈ എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് ഫാക്ടേഴ്സും എല്ലാം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, സൊസൈറ്റി എന്ത് പറയും, സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ഈ പല ഫാക്ടേഴ്സും എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, അത് ഞാൻ അതാ പറഞ്ഞ, എനിക്ക് എന്റെ ജീവിതത്തിലെ എക്സാമ്പിൾ കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ നോ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടത്രയും എന്താ പറയുന്നത് സന്തോഷങ്ങള് ജീവിതത്തിൽ എസ് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പൊ എന്റെ തന്നെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഓരോ തവണ നോ പറയുമ്പോൾ അതാണ് ദർ ഈസ് വൺ തിങ് യു ക്യാൻ ഡു, ലൈക്ക് സെലിബ്രേറ്റ് യുവർ സെൽഫ് whenever you say no and whenever you stand up for yourself, celebrate yourself. And നിങ്ങൾ തന്നെ നിങ്ങളുടെ ഷോൾഡർ തട്ടി അഭിനന്ദിക്കണം, ഗുഡ് ജോബ്. നീ നിന്നോട് തന്നെ എന്താ പറയുക, നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കും. അപ്പൊ നിന്നോട് തന്നെ നീ കൈൻഡ് ആയിരുന്നു, നിന്നോട് തന്നെ നീ നീതി പുലർത്തി, അപ്പൊ നീ നോ പറഞ്ഞത് ഒരു നല്ല കാര്യമാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ എന്താ പറയുന്നത് സെലിബ്രേറ്റ്. അതൊരു നോ പറയുന്നത് ഒരു നമ്മൾ നോ പറഞ്ഞ ശീലമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് ഫസ്റ്റ് നോ എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് ഈ കൈൻഡ്നെസ് എന്നുള്ള കാര്യം അതും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പീപ്പിൾ പ്ലീസേഴ്സ് ആണ് നല്ലതെന്നുള്ള കാര്യവും നമുക്ക് മാറ്റാവുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ സുസ്മിത സെന്നെ നമ്മുടെ മിസ് വേൾഡ് ആയിരുന്നോ മിസ് യൂണിവേഴ്സ് ആയിരുന്നോ, അപ്പൊ പുള്ളിക്കാരി ഓർക്കുന്നുണ്ടോ? പുള്ളിക്കാരി കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ 2 കുട്ടികളെ ദത്തെടുത്ത് വളർത്തിയ കാര്യം, അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ ആ കാലഘട്ടത്തിൽ അതൊരു നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് 2 കുട്ടികളെ. അപ്പം പുള്ളിക്കാരി എടുത്ത് ചോദിക്കുകയാണ് ഒരു പോഡ്കാസ്റ്റിൽ, ഇങ്ങനെ ഒത്തിരി പേര് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ പുള്ളിക്കാരി പറയാണ് യുവർ എനർജി ഈസ് ടു പ്രീഷ്യസ് ടു വേസ്റ്റ്. അതുകൊണ്ട് പുള്ളിക്കാരി അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി പറയാണ് ലൈക്ക് ഞാൻ അതിനൊന്നും ഇങ്ങനത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞ രതീഷ് പറഞ്ഞ അതേ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഈ കുരയ്ക്കുന്ന എല്ലാ പട്ടികൾക്കും നേരെ കല്ലെറിയാൻ നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തത്തില്ല, നിങ്ങൾ സക്സസ്ഫുൾ ആവത്തില്ല. അപ്പൊ നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക, പട്ടികൾ അവിടെ നിന്ന് കുറച്ചുകൊള്ളട്ടെ. അപ്പൊ അതേ കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞ മൈ എനർജി ഈസ് ടു പ്രീഷ്യസ് ടു വേസ്റ്റ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് എനർജി ഇല്ല. അപ്പൊ ആ ഒരു എന്താ പറയുന്നത് നമ്മൾ തന്നെ എനിക്കൊന്ന് ആ ഒരു സെൽഫ് അവയർനെസ്സിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ നാട്ടുകാർ എന്ത് പറയും എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ നാട്ടുകാർ പറയുന്നത് നിർത്തണം. സെക്കൻഡ് ഓഫ് ഓൾ സോ നമുക്ക് ഒരു പോയിന്റിൽ മനസ്സിലാവുകയാണ് നമുക്ക് നമ്മളെ മാത്രമേ എന്താ പറയുക നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഒരു തരത്തിലും വേറെ ആളെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് നമ്മളെ തന്നെ ഫിക്സ് ചെയ്യുക, നമ്മളെ തന്നെ ഇത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ തന്നെ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിന് അതാ പറഞ്ഞ നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വായിച്ചതാണ്, നമ്മളിങ്ങനെ ഒരുപാട് കാലം നാട്ടുകാർ എന്ത് ചെയ്യുന്നു വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ പറയാണ് നമ്മുടെ എന്താ പറയുക ലോസ് ഓഫ് ഐഡന്റിറ്റി. നമ്മൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് നമ്മൾ മറന്നു പോകും. അപ്പൊ അത് ഞാൻ വായിച്ചപ്പോ ഞാൻ ആലോചിച്ചു ദാറ്റ് ഈസ് വെരി ട്രൂ. കാരണം വെച്ചാല് ഈ പണ്ടത്തെ അമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരു അമ്മമാര് മാത്രമാണ്, അവരാരായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എന്താണ്. അവര് പണ്ടത്തെ വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവരുടെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഭക്ഷണമാണ് ആ വീട്ടിൽ വെക്കുക, അവരുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് അവരുടെ വീട്ടിൽ വെക്കുക, അവരുടെ ഇഷ്ടം എന്താണ്. അപ്പൊ അവരുടെ ഐഡന്റിറ്റി തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് അതിനൊരു ഓണററി പേരൂടെ കൊടുക്കും, ത്യാഗത്തിന്റെ പ്രതിരൂപമാണ് സ്ത്രീ, ത്യാഗത്തിന്റെ പ്രതിരൂപം. അപ്പം അവര് അതിലേക്ക് എത്താനാണ് നോക്കുന്നത്, എനിക്ക് ത്യാഗത്തിന്റെ പ്രതിരൂപമാവണം. ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് അല്ലെ പീപ്പിൾ പ്ലീസിംഗ്. അത് നമുക്ക് പണ്ട് നമ്മളെ ഗ്ലോറിഫൈ ചെയ്തിരുന്ന ഈ സാക്രിഫൈസിങ് മോഡ്, അത് is part of if you are sacrificing something to please others, that is definitely a people pleasing ആണ്. അപ്പൊ അവരും അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം എന്നെ ആക്ച്വലി ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ താലിയുടെ കാര്യമാണെങ്കിലും ഈ പല കാര്യങ്ങളും എന്നെ പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം എന്റെ മോള് അവള് വളർന്നു വരുമ്പം ഐ വാണ്ട് ഹർ ടു ബി ലീവ് ഇൻ എ വേൾഡ് വേർ ഷി ബിലീവ് ലൈക്ക് എല്ലാവരും ഈക്വൽ ആണ്. I truly believe everyone is equal. അപ്പം അവൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് ഓക്കെ എന്താ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചല്ലോ, എന്നിട്ട് എന്താണ് എന്റെ അച്ഛൻ താലിയിടാത്തത്, അമ്മ മാത്രം എന്താണ് താലിയിടുന്നത്, അപ്പൊ ഞാൻ എന്താണ് എന്നെ മറുപടി പറയേണ്ടത്? അത് പാർട്ട് ഓഫ് ട്രഡീഷൻ. അപ്പം അമ്മയ്ക്ക് നോ പറയാൻ വരുന്നല്ലോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് നോ പറയാൻ പറ്റത്തില്ല, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു ആർ എ വുമൺ.
യു കനോട്ട് സേ നോ. സോ ലൈക്ക് ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഉത്തരം പറയണം. എന്റെ മോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. അതെന്താ അങ്ങനെ? അപ്പൊ ഞാന് മഞ്ജു വാര്യരും മോഹൻലാലും ഉള്ളൊരു സിനിമ, അതേതാ, മഞ്ജു വാര്യർ രണ്ടാമത് തിരിച്ചു വന്നപ്പോഴത്തെ ഒരു മൂവി, എവിടെയും എപ്പോഴും സന്തോഷമോ, എവിടെയും എപ്പോഴും, അങ്ങനത്തെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂവി. പണ്ട് ഞാൻ ആ മൂവി കണ്ടപ്പോൾ ആ മൂവിയിൽ മോഹൻലാൽ നായകനായിരുന്നു. എന്റെ മോളുടെ കൂടെ ഞാൻ ആ മൂവി കണ്ടപ്പോൾ മോഹൻലാൽ ആ മൂവിയിൽ വില്ലനായി മാറി. അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ആ മൂവിക്കകത്ത് മോഹൻലാൽ ചെയ്യുന്നത്, മോഹൻലാൽ പോയിട്ട് മഞ്ജു വാര്യരുടെ അടുത്ത് മിണ്ടാൻ പോയി, മഞ്ജു വാര്യർ പറയും നോ. അപ്പൊ ഞാൻ എന്റെ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നോ മീൻസ് നോ അല്ലെ. മോഹൻലാൽ പിന്നെയും പോകും. അപ്പൊ എന്റെ അടുത്ത് ഉണ്ണില് പറഞ്ഞു, അത് എന്റെ മോള് പറഞ്ഞു അത് സ്റ്റോക്കിംഗ് അല്ലേ. ഷീ സെഡ് നോ, ഷീ ക്ലിയർലി സെഡ് നോ. മോഹൻലാലിന് അത് കേട്ടില്ല. മോഹൻലാൽ പിന്നെ എന്താണ് പുറകെ നടക്കുന്നത്? അത് അൺഫെയർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ, കാരണം ഞാനാണല്ലോ പറഞ്ഞു കൊടുത്തത് നോ മീൻസ് നോ എന്ന്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പം അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് ഈ മൂവിയിൽ മോഹൻലാൽ നായകനാണല്ലേ, പക്ഷെ മോഹൻലാൽ വില്ലനാണ്. അപ്പൊ ഞാൻ അതെ മോളെ, മോഹൻലാൽ ഈ മൂവിയിൽ ചെറിയ. അപ്പൊ ഞാൻ ആലോചിക്കുവാണ്, അപ്പൊ ഞാന് ഫ്യൂച്ചറിൽ ഞാന് ഓക്കെ ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ആലോചിക്കുവാണ് ഈ പണ്ട് ഈ മൂവി ഞാൻ കണ്ടതാണ്, എനിക്ക് ആ മൂവിയിൽ ഒരു തെറ്റും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് എന്താ, ഓ മോഹൻലാലിന് മഞ്ജു വാര്യരോട് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് പുറകെ നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാളുടെ അടുത്ത് നോ പറഞ്ഞാൽ, അത് നിന്റെ അടുത്ത് ഒരാൾ നോ പറഞ്ഞാൽ അതുപോലെ തന്നെ നീ റെസ്പെക്ട്ഫുള്ളി അത് അക്സെപ്റ്റും ചെയ്യണം. അതുപോലെ തന്നെ നീ ഒരാളുടെ നോ പറഞ്ഞെങ്കിൽ അവരും അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത് എന്നും എപ്പോഴും. അപ്പം അതിനകത്ത് ഒരുപാട് സ്ഥലത്ത് മോളിലും ഒരുപാട് സ്ഥലത്ത് ഈ മോഹൻലാൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, പണ്ടത്തെ കാലത്ത് ഇഷ്ടമുള്ളതുകൊണ്ട് കുറെ കിടക്കുവാണ്. അപ്പം നീലി പറഞ്ഞപ്പോൾ ആ മൂവിയിൽ മോഹൻലാൽ ചെയ്തത് തെറ്റാണ്. മോഹൻലാൽ എന്തിനാണ് ഒരു നോ പറഞ്ഞ പെണ്ണിന്റെ പുറകെ പിന്നെ പിന്നെ നടന്നത്? മോഹൻലാലിന് വേറെ മാർഗങ്ങൾ സ്വീകരിക്കായിരുന്നു, ഇങ്ങനെ പുറകെ കിടക്കാൻ പാടില്ലായിരുന്നു. അപ്പം മോഹൻലാൽ ആ സിനിമയിൽ വില്ലനായി മാറി. ഞാൻ എന്റെ മോളുടെ സിനിമ കണ്ടപ്പോൾ അത് എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ പണ്ടത്തെ മൂവികളൊന്നും കാണിക്കരുതെന്ന് മനസ്സിലായി. നമ്മള് മറ്റേ നായകനാന്നൊക്കെ പറഞ്ഞ് മൂവിയുടെ നായകൻ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പോയിന്റും വെച്ച് തിരിച്ച് അതെങ്ങനെയാണ് ഇയാൾ നായകനാകുന്നത്? തോന്നുന്നത് നമ്മളുടെ വാല്യൂ നിർണയിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. ഇപ്പം നമ്മുടെ വാല്യൂ നിർണയിക്കുന്നത് ഒരിക്കലും മറ്റേ ആൾക്ക് നമ്മളുടെ എന്താ പറഞ്ഞ വർത്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല എപ്പോഴും. നമ്മളുടെ വർത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ഒപ്പീനിയൻ അല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മളുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും അധികം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ, അതിനപ്പുറത്തോട്ടുള്ള ആൾക്കാർ നമുക്ക് ഒരു എപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ, അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരുടെ അഭിപ്രായം എടുക്കാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റണം. നമുക്ക് അതാ പറഞ്ഞത്, ഒരു ദർ ഈസ് വൺ പോയിന്റ് നമുക്ക് സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തൊരു പോയിന്റ് നമുക്കുണ്ട്. എപ്പോഴും നമ്മുടെ ആ എന്താ പറയുക ട്രഡീഷന്റെ ഒക്കെ അഫക്റ്റിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ദർ ഈസ് വൺ പോയിന്റ് നമ്മൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ എന്താ പറയുക സെൽഫ് വർത്ത് മറ്റുള്ളവരല്ല നിർണ്ണയിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരുടെ എന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ അത് എന്താ പറയുക നമുക്കത് മാറ്റർ ചെയ്യരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ട്രെയിൻ ചെയ്യിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാണ്, ഞാൻ ആ ട്രെയിനിങ് ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരിക്കും. സോ ഐ റിയലി അപ്രീഷിയേറ്റ് പീപ്പിൾ ഹു ആർ റിയലി തിങ്ക്. ഒരു തവണയെങ്കിലും നിങ്ങൾ പീപ്പിൾ പ്ലീസ് ആണ് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത് നാട്ടുകാരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടുകാർ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എനർജി നമ്മൾ വേസ്റ്റ് ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾക്ക് ആ പവറുണ്ട്. നമ്മളുടെ എന്താ പറയുന്നത് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പവർ നമുക്ക് ഉള്ളിടത്തോളം കാലം നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കത് നിർത്താൻ പറ്റത്തില്ല. ഈ പോഡ്കാസ്റ്റ് കൊണ്ടൊന്നും ആൾക്കാർ പറയുന്നത് നിർത്താൻ പോകുന്നില്ല. അതിനകത്ത് നമുക്കൊരു പ്രതീക്ഷയുമില്ല. പക്ഷെ എന്റെ പ്രതീക്ഷ ഇതാണ്, അത് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റണം. നാട്ടുകാർ എന്ത് പറഞ്ഞുകൊള്ളട്ടെ,
ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. അവരുടെ ഒപ്പീനിയൻ അല്ല എന്റെ വർത്ത് നിർണ്ണയിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവേണ്ട ഒരു അവസ്ഥയുണ്ട്. എനിക്കത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും, എന്നെ എങ്ങനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്താൽ പോയാലും എനിക്കത് നടക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ്. ഐ ഓൾവേസ് സെലിബ്രേറ്റഡ് മൈസെൽഫ് വെനെവർ ഐ സെഡ് നോ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ജോബ്, നീ ഇതിന് നോ പറഞ്ഞല്ലോ എന്ന്. പക്ഷെ അത് നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. നോ പറയുമ്പോൾ, ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ, ഈ നാട്ടുകാർ എന്ത് പറയും എന്നുള്ളത് ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നാട്ടുകാർ എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് ചെയ്താൽ കിട്ടത്തില്ല. പക്ഷെ പീപ്പിൾ പ്ലീസിങ് ആൾക്കാർക്ക് അത് അറിയത്തില്ല. സോ അതുകൊണ്ട് എന്റെ ഒരേ ഒരു ഉദ്ദേശം, അല്ലെ, നമ്മൾ ഇത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്ത് നമുക്ക് ചെയ്യാം, ഈ നാട്ടുകാർ പറയുന്നതിനെ അവോയ്ഡ് ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പം ഞങ്ങൾ എന്താ പറയുന്നത്, ഈ എപ്പിസോഡ് റാപ്പപ്പ് ചെയ്യുവാണ്. നമ്മൾക്ക് വരുത്തേണ്ട ചേഞ്ചസ് ആണ് നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികള് നോ പറയുമ്പോൾ അത് നമ്മൾ അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താതെ നമ്മൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ആവശ്യമുള്ള കാര്യത്തിലാണ് നോ പറയുന്നതെങ്കിൽ, ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, അവരുടെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ, അവർ നോ പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാതെ അവർ തന്റേടിയാണ്, തന്റേടുള്ള ആളാണ് എന്ന് പറയാതെ ആ ഒപ്പീനിയന് വില കൊടുക്കുക. അപ്പൊ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾ ഗുഡ് ക്യാരക്ടർ അവരുടെ ഒപ്പീനിയനെ വാല്യൂ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, അവർക്കുണ്ടാകുന്ന സെൽഫ് എസ്റ്റീം, അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത്, അതെല്ലാം ദാറ്റ് വിൽ മേക്ക് ദം ആസ് എ സ്ട്രോങ് പേഴ്സൺ. അങ്ങനെയുള്ള ആളുകൾ സൊസൈറ്റിയിൽ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പുറകോട്ട് പോവുകയും ബാക്കിയുള്ള മൊറാൽ വാല്യൂസ് മുന്നോട്ട് വരികയും ചെയ്യും. ഇപ്പൊ നാട്ടുകാർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങളത് കൺസിഡർ ചെയ്യാത്തോടത്തോളം കാലം നാട്ടുകാർക്ക് ആ ഇൻട്രസ്റ്റ് പോകും. നാട്ടുകാർ എന്നെ എന്ത് പറഞ്ഞിട്ടും എന്നെ എഫക്ട് ചെയ്യത്തില്ലെങ്കിൽ അവർക്ക് ആ ഇൻട്രസ്റ്റ് പോകും. സോ ദാറ്റ് ഈസ് ദ ബിഗ് പോയിന്റ് ഐ വാണ്ട് യു ഗൈസ് ടു ടേക്ക് ഫ്രം ദിസ് എപ്പിസോഡ്. നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അത് നിങ്ങളെ അഫക്ട് ചെയ്യുന്നില്ല. ഇഫ് യു തിങ്ക് ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്, അതേഴ്സ് ഒപ്പീനിയൻ ഈസ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇന്ന വ്യക്തിയോട് ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ കേൾക്കുന്ന ആളുടെ അടുത്ത് പോയി പറയാമെന്ന്. അപ്പൊ അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളെ വെറുതെ വിടും. അപ്പം അതാണ് എന്റെ ഈ എപ്പിസോഡ് കൊണ്ടുള്ള എന്റെ ഉദ്ദേശം. ഞങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ നാട്ടുകാർ പറയുന്ന കാര്യത്തിൽ നമ്മൾ വീണു പോകരുത്. പിന്നെ നമ്മൾ അങ്ങനത്തെ ആൾക്കാരാകാതിരിക്കാൻ ശ്രമിക്കുക. സോ ലൈക്ക് നമ്മൾ എന്ത് കാര്യം നാട്ടുകാർ പറയുമ്പോഴും ഇത് വിൽ ദാറ്റ് ഈ ഒരു കാര്യം എന്റെ 5 വർഷത്തിനുള്ളിൽ എന്നെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ ഇവർ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് അത് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വേറൊരാളെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ 5 സെക്കൻഡിനുള്ളിൽ അവർക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് പറയാതിരിക്കുക. അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കും. നമ്മൾ വേറൊരാളെ കാണുമ്പോൾ അയാൾക്ക് തടിയാണ്, ഇപ്പം നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക, ഞാൻ ഈ പറയുന്ന കാര്യം 5 സെക്കൻഡിൽ അവർക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, നിന്റെ ചുണ്ടിൽ ഫുഡ് പറ്റിയിരിക്കുവാണ്, നിനക്കത് പറയാം, 5 സെക്കൻഡിൽ നിനക്കത് മാറ്റാൻ പറ്റും. നിന്റെ പൊട്ട് ചെരിഞ്ഞിരിക്കുവാണ്, നിനക്കത് പറയാം, 5 സെക്കൻഡിൽ അവർക്കത് മാറ്റാൻ പറ്റും. പക്ഷെ നിനക്ക് തടിയാണ്, 5 സെക്കൻഡ് മാറ്റാൻ പറ്റത്തില്ല. ഡോണ്ട് സേ ഇറ്റ്. സോ നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മൈൻഡ്ഫുൾ ആയിരിക്കുക. 5 സെക്കൻഡിൽ അവർക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ നീ കണ്ടത്? അല്ല, then don't say it. അതുപോലെ തന്നെ വേറൊരാൾ പറയുന്ന ഒപ്പീനിയനും നിങ്ങൾക്ക് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് will that affect me in next 5 years? No, doesn't matter. I don't care. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളും വരുത്തുക. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ രതീഷ് ഫോർ കമ്മിങ്. താങ്ക് യു. വീണ്ടും എന്നെ ഈ പോഡ്കാസ്റ്റിലേക്ക് വിളിച്ച ഡിസ്നിക്ക് താങ്ക് യു. വീണ്ടും വിളിച്ചതിന്